ഇതാണ് if x, y, z are in AP then tan inverse x, tan inverse y, tan inverse z എവിടെയാണ് എന്നാണ് ചോദ്യം. tan inverse x, tan inverse y, tan inverse z എവിടെ വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യം x, y, z are in AP എന്ന് പറയുന്നു. നോക്കിയോ, സിൻസ് x, y, z are in AP ആണ്. x, y, z എവിടെയായി മാറി? AP ആണ്. x, y, z AP ആണെങ്കിൽ എന്ത് വിളിക്കാം? 2y is equal എന്ന് വിളിക്കാം, xz എന്ന് വിളിക്കാം, അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആർ ഇൻ എ പി. ദെൻ താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് എന്നാണ് ചോദ്യം. എക്സും വൈ ഇസഡും എ പിയിലാണ്. ഇഫ് എക്സ്, വൈ, ഇസഡ് ആർ ഇൻ എ പി ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് ആർ ഓൾസോ ഇൻ എ പി. അപ്പോൾ നമ്മൾ എഴുതും ഓൾസോ ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് ഇസഡ് ആർ ഇൻ എവിടെയാണ്? എ പി ആണ്. ആർ ഇൻ എവിടെയാണ്? ആർ ഇൻ എ പി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ആര് വിളിക്കാം? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എന്ത് വിളിക്കാം? ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇസഡ് എന്ന് വിളിക്കാം. ടാൻ ഇൻവേഴ്സ് 2 ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇത് 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുലയാണ്. 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല എങ്ങനെയാണ്? 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ഫോർമുല എങ്ങനെയാണ്? ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് ഇതെന്തായി മാറി? ടാൻ ഇൻവേഴ്സ് 2x എന്ന് പറഞ്ഞാൽ 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് വിളിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്നായി മാറി. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? രണ്ട് സൈഡും ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തേ. അപ്പോൾ എന്ത് വിളിക്കാം? 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വിളിക്കാം? എക്സ് പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസഡ് എന്നെഴുതാം. ഇവിടുത്തെ എക്സ് പ്ലസ് ഇസഡിന് പകരം ഇക്വേഷൻ നമ്പർ 1-നകത്തു നമുക്ക് ആര് കൊടുക്കാം? എക്സ് ബൈ 1 എന്ന് വിളിക്കാം. 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പുറത്ത് നമുക്ക് എന്ത് വിളിക്കാം? 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസഡ്. രണ്ടിടത്തുനിന്ന് ക്യാൻസലായി മാറി. 1 മൈനസ് എക്സ് ഇസഡ് ഈസ് ഈക്വൽ എന്ന് വിളിക്കാം. 1 മൈനസ് വൈ സ്ക്വയർ എന്ന് വിളിക്കാം. ശരിയല്ലേ? രണ്ട് സൈഡിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഇസഡ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇസഡ് എന്നായി മാറും. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് പറയണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു എന്തായിരിക്കണം? വൈ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോഴേ ആ വൈ ഇൻറ്റു വൈ എത്ര ആകത്തുള്ളൂ? വൈ സ്ക്വയർ ആയി മാറത്തുള്ളൂ. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യം എക്സ് വൈ ഇസഡ് ആറിൻ എവിടെയാണ് എന്ന് പറഞ്ഞു? എക്സ് വൈ ഇസഡ് ആറിൻ എ പി ആണ് എന്ന് പറഞ്ഞു. എക്സും വൈയും ഇസഡും എ പിയിലാണെങ്കിൽ നമുക്ക് വിളിക്കാം 2y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ്. ഇനിയും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് ഇസഡ് എവിടെയാണെന്ന് പറയുന്നുണ്ട്? എ പി ആണ് എന്ന് പറയുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് ഇസഡ് എ പി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം 2 ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഇസഡ് എന്നായി മാറും. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മറ്റേതെന്ന് വിളിക്കാം? എക്സ് പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസഡ്. രണ്ട് സൈഡിൽ നിന്ന് ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്യാം. എന്ന് വിളിക്കാം? 2y ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇസഡ്. ഈ എക്സ് പ്ലസ് ഇസഡിന് വിളിക്കുന്ന പേരാണ് 2y. 2y ക്യാൻ ബി ക്യാൻസൽഡ്. പിന്നെ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് വൈ സ്ക്വയർ ഈക്വൽ എന്ത് കിട്ടും? എക്സ് ഇസഡ് എന്ന് കിട്ടും. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സും ഇസഡും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ എത്രയായി മാറി? വൈ ആയി മാറി. അതാണ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇസഡ്. എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു വൈ ആകുമ്പോഴേ വൈ സ്ക്വയർ എന്താകത്തുള്ളൂ? എക്സ് ഇസഡായി മാറത്തുള്ളൂ. അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നതാണ് if a1, a2, etc. a50 are in GP, then a1 minus a3 plus a5 plus etc. a49 divided by a2 minus a4 plus a6 plus etc. a50 is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ a1, a2, a3 etc. a50 are in GP. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന എക്സ്പ്രഷൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? a1, a2, a3 etc. a50 are in GP എന്ന് പറയുന്നുണ്ട് അല്ലേ? നോക്കിയോ, a1, a2, a3 എക്സെട്ര a50 ആർ ഇൻ ജി പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വിളിക്കാം? a1 മൈനസ് a3 പ്ലസ് a5 പ്ലസ് എക്സെട്ര പ്ലസ് a45 ഡിവൈഡഡ് ബൈ ആരാണ്? a2 മൈനസ് a4 പ്ലസ് a6 മൈനസ് എക്സെട്ര പ്ലസ് a50 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം.
അപ്പോൾ ഫസ്റ്റ് ടേമിന് യാതൊരു വ്യത്യാസം വരുത്തുന്നില്ല. ന്യൂമറേറ്റർ, അതായത് ന്യൂമറേറ്ററിന് യാതൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നില്ല, അത് അതുപോലെ തന്നെ എഴുതി. A1 മൈനസ് A3 പ്ലസ് A5 മൈനസ് എക്സെട്ര പ്ലസ് A49 ആണ്, 45 അല്ല 49 എക്സെട്ര A49 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ A2 ആണ്. A2നെ എന്ത് വിളിക്കാം എന്ന് അറിയാം? A1 ഇൻറ്റു R എന്ന് വിളിക്കാം സെക്കൻഡ് ടൈം. മൈനസ് A4നെ എന്ത് വിളിക്കാം? A3 ഇൻറ്റു R എന്ന് വിളിക്കാം. അടുത്ത A6 ആണ്, അതിനെ എന്ത് വിളിക്കാം? A5 ഇൻറ്റു R എന്ന് വിളിക്കാം. എക്സെട്ര പ്ലസ് A50 എന്ന് വിളിക്കാം. എക്സെട്ര A50 A49 ഇൻറ്റു R എന്ന് വിളിക്കാം. ന്യൂമറേറ്ററിന് പിന്നെയും വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതി. A1 മൈനസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര പ്ലസ് A49 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് 6 കോമൺ എടുത്താൽ ബാക്കി ആര് വരും? A1 മൈനസ് A3 പ്ലസ് A5 അല്ലേ, മൈനസ് എക്സെട്ര പ്ലസ് ആര് വരും? A49. ഈ രണ്ട് ടേമുകൾ എന്തായി മാറി? ക്യാൻസലായി മാറി. സോ ദി ആൻസർ ഈസ് 1/R എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് 1/R. 1/R മീൻസ് എന്താണ്? 6 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടൈം, അതാണ് എഴുതിയത്. ദാറ്റ് ഈസ് A1/A2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് A1, A2, A3 എക്സെട്ര A50R ഇൻ GP എന്നാണ് പറയുന്നത്. A1ഉം A2ഉം A3 എക്സെട്ര A50R ഇൻ GP. അങ്ങനെയെങ്കിൽ A1 മൈനസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര A49 ഡിവൈഡഡ് ബൈ A2 മൈനസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര A50യുടെ വിലയാണ്. A1 അതുപോലെ തന്നെ എഴുതി, A3 അതുപോലെ, A5 അതുപോലെ, എക്സെട്ര A49 ഡിവൈഡ് ബൈ A2നെ വിളിക്കാം A1 ഇൻറ്റു R മൈനസ് A4നെ A3 ഇൻറ്റു R പ്ലസ് A6നെ A5 ഇൻറ്റു R എക്സെട്ര A49 ഇൻറ്റു R എന്ന് വിളിക്കാം. ഇവിടുന്ന് ഡിനോമിനേറ്ററിൽ നമ്മൾ ആരെ കോമൺ എടുക്കുക? 6 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി A1 മൈനസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര A49 ഈ രണ്ട് ടേമുകൾ ക്യാൻസലായി മാറി. സോ ദി ആൻസർ ഈസ് 1/6 എന്ന് വരും. 1/6 എന്ന് പറയുന്ന സമയത്ത് 1/R എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ ആരാണ്? A2/A1 എന്നായി മാറും. 1/R, R മീൻസ് A2/A1, ദാറ്റ് ഈസ് A1/A2 എന്ന് വരും. A1/A2 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതും 1-2 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്ത കാര്യം മനസ്സിലാക്കുക. ലാസ്റ്റ് ന്യൂമറേറ്ററിനെ നമ്മൾ അനക്കുന്നില്ല, ഡിനോമിനേറ്റർ മാത്രം നമ്മൾ A2നെ A1 ഇൻറ്റു R, A4നെ A3 ഇൻറ്റു R, A6നെ A5 ഇൻറ്റു R എക്സെട്ര A49 ഇൻറ്റു R എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് ആരെ കോമൺ ആയിട്ട് എടുത്തു? 6 കോമൺ ആയിട്ട് എടുത്തു. സോ ദി ആൻസർ ഈസ് 1/R എന്ന് വരും. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ R എന്ന് മീൻസ് A2/A1 സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം, അതാണ് R എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് A1/A2 ആയി മാറി. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The interior angles of a polygon are in AP. The smallest angle is 120 degree. Then the common difference is 5 degree. Then the number of sides of the polygon. ഏതോ ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിൻ്റെ the interior angles of polygon are in AP. The smallest angle is 120 degree and the common difference is 5 degree. The number of sides of the polygon. ഏതോ ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിൻ്റെ ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 120 ഡിഗ്രി ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. അങ്ങനെയെങ്കിൽ ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. പോളിഗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മയിരിക്കുക ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ 120 ആണെങ്കിൽ അടുത്ത ആംഗിൾ 125, അടുത്ത ആംഗിൾ 130 ആണ്. അങ്ങനെ പറയപ്പെടുന്ന പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ ആർ ഇൻ AP. ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി ആൻഡ് ദി കോമൺ ഡിഫറൻസ് ഈസ് 5 ഡിഗ്രി എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ 120 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും എന്താണ്? A ഈസ് ഈക്വൽ ടു എത്രയാണ്? A ഈസ് ഈക്വൽ ടു 120 ആണ്. A ഈസ് ഈക്വൽ ടു 120 ആകുന്ന സമയത്ത് D എത്രയായി മാറി? D ഈസ് ഈക്വൽ ടു 5 ഡിഗ്രിയാണ്. A ഈസ് ഈക്വൽ ടു 120, D ഈസ് ഈക്വൽ ടു 5 ഡിഗ്രി ആയി മാറി. അപ്പോൾ ഫസ്റ്റ് A ഈസ് ഈക്വൽ ടു 120യും D ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. ഫസ്റ്റ് ഡിഗ്രി ആദ്യത്തെ ആംഗിൾ 120യും അതുപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 5 ഡിഗ്രി ആയി മാറി. അങ്ങനെയെങ്കിൽ എന്താണ്? എത്ര സൈഡ്സ് ആ പോളിഗൺ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പോളിഗണിന് n സൈഡ്സ് ഉണ്ടെന്ന് വിളിക്കാം. ലെറ്റ് ദി സൈഡ്സ് ഓഫ് പോളിഗൺ ഈസ് ഈക്വൽ ടു n. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കണ്ടുപിടിച്ചേക്കുന്നത് എന്താണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ വിത്ത് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 120 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 5. എത്ര സൈഡ്സ് ഉണ്ട്? n സൈഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആംഗിളിൻ്റെ സമ്മാണ് എഴുതുന്നത് അല്ലേ? ടോട്ടൽ ആംഗിളിൻ്റെ സം കണ്ടുപിടിക്കാൻ പോളിഗണിന് ഒരു ഫോർമുലയുണ്ട്. എന്താണ്? n/(-2 × 180). 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന
സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180. ഇവ തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ സമ്മൊന്നും ഇവിടെ അറിയത്തില്ല, ടോട്ടൽ സം എത്ര നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യ ടൈം എന്ന് പറയുന്നത് 120 കോമൺ ഡിഫറൻസ് 5 അത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കപ്പെടുക എന്നാണ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കപ്പെടാനുള്ള ഫോർമുലയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് n/2 × 2a + n-1d അല്ലെങ്കിൽ n-2 × എത്രയായി മാറി 180 എന്ന് എഴുതിയിരിക്കുന്നത്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. ഓക്കെ, അപ്പോൾ ബാക്കി ചെയ്യുന്നത് നോക്കിയോ. ദാറ്റ് ഈസ് n/2 × 2 × a, 2 × എയുടെ വില എത്ര 120 പ്ലസ് n-1 × d യുടെ വില എത്ര 5 ഈസ് ഈക്വൽ ടു n-2 × 180 അതുപോലെ തന്നെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം n/2 ഇൻറ്റു ഇതെത്ര വരും 240 പ്ലസ് 5n - 5 ഈസ് ഈക്വൽ ടു 180 n - 360. അപ്പോൾ ഇതെത്രയായി മാറി n/2 ഇൻറ്റു എത്ര കിട്ടും 240 - 5 എന്ന് വെച്ചാൽ 235 പ്ലസ് 5n ഈസ് ഈക്വൽ ടു 180 n - എത്ര വരും 360. ഇവിടുന്ന് വേണമെങ്കിൽ 5 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. 5 കോമൺ എടുക്കുമ്പോൾ ആര് വരും? n/2 × 5 കോമൺ എടുത്താൽ ബാക്കി 235 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 235 ഡിവൈഡ് ബൈ 5 4 20 റിമൈൻഡർ 3 47 എന്ന് വരും. 47 പ്ലസ് n ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 5 180 മൈനസ് ഇവിടുന്ന് 10 കോമൺ എടുക്കാം അല്ലേ. 10 കോമൺ എടുക്കുമ്പോൾ ആര് വരും 118 മൈനസ് ആര് വരും 10 അല്ല വേണമെങ്കിൽ 20 കോമൺ എടുക്കാമായിരുന്നു. 20 കോമൺ എടുത്താൽ ആര് വരും? ദാറ്റ് ഈസ് 9n മൈനസ് ആര് വരും 18 അല്ലേ. 9n - 18 9n - 18 അപ്പോൾ 180 മൈനസ് 360 ഇങ്ങനെ വെട്ടുമ്പോൾ ഇത് ആര് വെട്ടും? ഇത് തമ്മിൽ വെട്ടുമ്പോൾ 40 n × 47n 47 പ്ലസ് n ഈസ് ഈക്വൽ ടു ഇത് 40/5 8 മാറും. 8 ഇൻറ്റു ഇവിടുന്ന് 9 കോമൺ എടുത്താൽ ആര് വരും n-2 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു 47n + n² ഈസ് ഈക്വൽ ടു 72n മൈനസ് എത്ര കിട്ടും 144 എന്നായി മാറും. n² പ്ലസ് 47n മൈനസ് ആര് വരും 72n പ്ലസ് 144 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 0. ദാറ്റ് ഈസ് n² പ്ലസ് 47 ഇത് എത്ര വരും 22 ആണ്. 22ഉം 25 മൈനസ് 25n പ്ലസ് 144 ഈസ് ഈക്വൽ ടു 0. n-16 ഇൻറ്റു n-9 ഈസ് ഈക്വൽ ടു 0. എന്നിൻ്റെ വാല്യൂ എപ്പോഴും ലീസ്റ്റ് എടുക്കുക. സോ ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ എന്ന് പറയുമ്പോൾ എത്രയായി മാറി 9 ആയി മാറി. എങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി? അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതോ ഒരു പോളിഗൺ ഉണ്ട്. പോളിഗണിൻ്റെ ആദ്യത്തെ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആണ്. ഓരോ 5 ഡിഗ്രി വെച്ച് അതിൻ്റെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഓരോ 5 ഡിഗ്രി വെച്ചത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സം ഓഫ് എന്താണ് ആംഗിൾസ് ഓഫ് പോളിഗൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് n/2 × 2a + n-1 × d ഹാവിംഗ് ദി ഫസ്റ്റ് ടൈം ഈസ് a ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് d ആൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ ഈസ് ഈക്വൽ ടു n. അങ്ങനെയെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n/2 × 2a + n-1 × d. അത് തന്നെ ആർക്ക് തുല്യമാണെന്ന് നമുക്ക് പറയാം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2 × 180. ഇവിടെ എയുടെ വില അറിയാം 120 2 × a പ്ലസ് n-1 × d എന്ന് പറഞ്ഞാൽ എത്രയായി മാറി 5 ആയി മാറി. 240 പ്ലസ് 5n - 5 ഈസ് ഈക്വൽ ടു 180n - 360. ഇത് കുറയ്ക്കുമ്പോൾ 235 പ്ലസ് 5n ഈസ് ഈക്വൽ ടു 180n - 360. ഇവിടുന്ന് 5 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുക. 5 കോമൺ എടുക്കുമ്പോൾ 47 പ്ലസ് n ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു ആര് വരും 9n മൈനസ് എന്ത് ചെയ്യാം 18 എന്നായി മാറും. നമ്മൾ എന്ത് ചെയ്യും? ഈ 8 ക്രോസ് ഇതെന്ത് ചെയ്യും? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും 40/5 8 ആയി മാറും. ഇവിടുന്ന് 9 ഇവിടെ കോമൺ ആയിട്ട് എടുത്തു. ഒരു സ്റ്റെപ്പ് 1-2 സ്റ്റെപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കപ്പെടുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എന്നിൻ്റെ വില ഏതൊക്കെ വരും 5ഉം വരും. അതോടൊപ്പം തന്നെ എന്നിൻ്റെ വില ആര് വരും? അല്ല, എന്നിൻ്റെ വില 9ഉം വരും 16ഉം വരും. നമ്മൾ എടുക്കേണ്ട എപ്പോഴും ലീസ്റ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു എത്ര എടുക്കണം? n ഈസ് ഈക്വൽ ടു 9 എന്നെടുക്കുക. അതാണ് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി മനസ്സിലാക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനുള്ള പോളിഗണിൻ്റെ ഇക്വേഷൻ. പോളിഗണിൻ്റെ സൈഡ്സ് n ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ
If the set S1, S2, S3 are given by S അങ്ങനെയെങ്കിൽ then the sum of the numbers in the set S25 is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, S1, S2, S3 എക്സെട്ര S5, S3 are given, then താഴെ പറയുന്ന S25 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നർത്ഥം. S25 കണ്ടുപിടിക്കണം. ചെയ്യുന്ന രീതി നോക്കിയോ. ആദ്യത്തെ സെറ്റ് S1 ഈസ് ഈക്വൽ ടു ആര് വരും? S1 ഈസ് ഈക്വൽ ടു 2/1. S2 ഈസ് ഈക്വൽ ടു ആര് വരും? S2 ഈസ് ഈക്വൽ ടു 3/2, 5/2. S3 ഈസ് ഈക്വൽ ടു ആര് വരും? 4/3, 7/3, 10/3. S4 ഈസ് ഈക്വൽ ടു ആര് വരും? ദാറ്റ് ഈസ് 5/4, 9/4, 13/4, അടുത്ത 17/4. അങ്ങനെയെങ്കിൽ S25 ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. S25 കണ്ടുപിടിക്കണം. അപ്പോൾ S25 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? S25 കണ്ടുപിടിക്കണം. S25 എന്ന് പറയുന്ന സമയത്ത് ആര് വരും? ആദ്യ ടേം എന്ന് പറഞ്ഞാൽ 2/1 അല്ലേ? ആദ്യ ടേം എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അടുത്ത ടൈം 3/2, 5/2. അടുത്ത ടൈം 4/3, 7/3, 10/3. അടുത്ത ടൈം 5/4, 9/4, 13/4, 17/4 ആണ് അല്ലേ? അപ്പോൾ S25 ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. S25 എലമെൻറ്റ്സ് എങ്ങനെ വരാം? ഈ സെറ്റുകൾ വിശദമായി പരിശോധിക്കണം. ഈ സെറ്റുകൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ S25 എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യ സെറ്റ് എന്ന് പറഞ്ഞാൽ 2/1 ആണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് വെച്ചാൽ 3/2, 5/2. മൂന്നാമത്തെ സെറ്റ് എന്ന് വെച്ചാൽ 4/3, 7/3, 10/3. ഫോർത്ത് സെറ്റ് എടുക്കുമ്പോൾ 4 എലമെൻറ്റ്സ് 5/4, 9/4, 13/4, 17/4. അപ്പോൾ S25 ആര് വരും? ആദ്യ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ ആര് വരും? 26. ശരിയല്ലേ? നാലാമത്തെ സെറ്റ് എടുക്കുമ്പോൾ 5/4 ആണ്. മൂന്നാമത്തെ സെറ്റ് എടുക്കുമ്പോൾ 4/3. രണ്ടാമത്തെ സെറ്റ് എടുക്കുമ്പോൾ 3/2 അല്ലേ? ഇനി അടുത്ത നോക്കുക. ഇതിൻ്റെ കൂടെ എത്ര കൂട്ടി? 4 കൂട്ടുമ്പോൾ 9, ഇതിലൂടെ എത്ര കൂട്ടുമ്പോൾ 10. അപ്പോൾ 25ൻ്റെ കൂടെ 25 കൂട്ടുമ്പോൾ എത്ര വരും? 50/50 എത്ര വരും? 26. അടുത്ത എന്ത് വരും? 75/26. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എത്ര ടേംസ്? 25 ടേംസ്. ഓക്കെ, ചെയ്താൽ മനസ്സിലായോ? അപ്പോൾ S25 നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലാക്കി. 26/25, 26/25. അടുത്തെന്ത് വരും? 51/25. അടുത്ത എത്ര വരും? 76/25. ഇങ്ങനെ പറഞ്ഞ് പൊക്കോണ്ടേയിരിക്കും. ഡിനോമീറ്ററിൽ വ്യത്യാസമൊന്നുമില്ല. ഡിനോമീറ്റർ 25 S4 ആകുമ്പോൾ ഡിനോമീറ്റർ 4 ആണ്. S3 ആകുന്ന സമയത്ത് ഡിനോമീറ്റർ 4 ആണ്. അപ്പോൾ S25 ആകുമ്പോൾ ഡിനോമീറ്റർ എത്രയാണ്? 25. അപ്പോൾ 26/25. അടുത്ത 51/25, 76/25. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ S1, S2, S3, S4നെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? S25 എഴുതുന്ന രീതിയാണ്. S1 എടുക്കുമ്പോൾ 2/1, S2 എടുക്കുമ്പോൾ 2 എലമെൻറ്റ് 3/2, 5/2. S3 എടുക്കുമ്പോൾ 3 എലമെൻറ്റ് 4/3, 7/3, 10/3 എന്ന് പറഞ്ഞു പോകും. S4 എടുക്കുമ്പോൾ 5/4, 9/4, 13/4, 17/4 എന്നിങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ S25 എടുക്കുന്ന സമയത്ത് ആര് വരും? S25 എടുക്കുന്ന സമയത്ത് 26/25, 51/25, 76/25, എക്സെട്ര. എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ സം കണ്ടുപിടിക്കണം. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? ഈ സീക്വൻസ് എന്തായി മാറി? AP ആയി മാറി. കണ്ട് മനസ്സിലാക്കപ്പെടുക S1, S2, S3, S4 എക്സെട്ര S25 എന്ന് പറയുന്ന ടേമുകളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ S1 എന്ന് പറഞ്ഞാൽ 2/1, S2 മീൻസ് 3/2, 5/2, S4 മീൻസ് 4/3, 7/3, 10/3, S5 എന്ന് പറയുമ്പോൾ 5/4, 9/4, 13/4, 17/4. S25 കണ്ടുപിടിക്കുന്ന സമയത്ത് 26/25, 51/25, 76/25 എക്സെട്ര 25 ടൈം അല്ലേ? അപ്പോൾ ആദ്യ ടൈം ഏതാണ്? ആദ്യ ടൈം എന്ന് പറയുമ്പോൾ 26/25. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് 51/26 മൈനസ് 26/25 എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു 51/25 മൈനസ് 26/25 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ S25 എന്ന് പറയുന്നത് ആദ്യത്തെ 25 ടേമുകളുടെ സമ്മാണ്. ആദ്യത്തെ 25 ടേമുകളുടെ സം കണ്ടുപിടിക്കാൻ S25 ഈസിക്കൽ ഫോർമുല 25/2 × 2 × A. എയുടെ വില എത്ര? 26/25. 2A + n - 1 × D എന്ന് പറയുമ്പോൾ 24 × D യുടെ വില എത്രയായി മാറി? 1. ഓക്കെ, എന്ത് ചെയ്യുക? ഇവിടുന്ന് 2 കോമ എടുക്കുമ്പോൾ ആര് വരും? 25/2 × ആര് വരും? 2 കോമ എടുക്കാം. 2 കോമ എടുത്തതിന് ശേഷം അപ്പോൾ എത്ര കിട്ടും? 26/25 പ്ലസ് എന്ത് വിളിക്കാം? 12 എന്നായി മാറും. അപ്പോൾ ആര് വരും? ഈ 2ൻ്റെ കൂടെ ക്യാൻസലായി മാറും. അപ്പോൾ 25 × വേണമെങ്കിൽ ആരെ കൂടെ കോമ എടുക്കാം? ഇനി ഇവിടുന്ന് ഒരു 2 കൂടെ കോമ എടുക്കാം. അപ്പോൾ 25/2 × ആര് വരും? 13 + 13/25 + 6 എന്നായി മാറും. അതായത് 50. ഇവിടെ എൽസിയം എടുക്കുമ്പോൾ 13 +
6 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 25 എന്നായി മാറും. ഈ 25 അമ്പോട് വെട്ടുമ്പോൾ 2 മാറി. അതായത് 2 ഇൻറ്റു 13 പ്ലസ് എത്ര വരും? 25 ഗുണം 6 എന്ന് പറയുമ്പോൾ 150. അപ്പോൾ എത്ര കിട്ടും? 163. 163 ഇൻറ്റു 2 163 ഇൻറ്റു 2 എന്നായി മാറും. അതായത് 6 ഇൻറ്റു 2 12 326 എന്നായി മാറും. ഇതാണ് അതിൻ്റെ സം കിട്ടും. നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്ഷൻ 326 ആണ് നമ്മുടെ ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷനാണ് 326. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി ആദ്യം മനസ്സിലാക്കപ്പെടുക. നമ്മൾ ആദ്യ ടൈം എന്ന് പറയുമ്പോൾ 2/1 ആ സെറ്റ് കണ്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ടൈമിൻ്റെ എഴുതിയേക്കുന്ന ഫോം 2/1. രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 3/2, 5/2. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്റർ 2 ആണ്. ഒപ്പം തന്നെ 2 എലമെൻസേ ഉള്ളൂ. ആ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. മൂന്നാം സെറ്റ് എഴുതുന്ന സമയത്ത് ഡിനോമിനേറ്റർ എല്ലാം 3 ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 4/3ലാണ്. ഇവിടെ S3 ആയതുകൊണ്ട് 4/3 സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇതിനോട് 3 വെച്ച് കൂട്ടണം. 7 10. S4 ആയതുകൊണ്ട് 5 താഴെയെല്ലാം 4 ആയിരിക്കും. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 + 4 9, 9 + 4 13. അടുത്ത എത്ര കിട്ടും? 17. അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ എന്ത് ചെയ്തത്? S25 എഴുതിയത്. S25 എന്ന് പറയുമ്പോൾ 25 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എല്ലാത്തിനും 25. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 26/25. പിന്നെ 25 വെച്ച് കൂട്ടണം. 51/25. അടുത്ത 76/25. അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ S25 കണ്ടുപിടിച്ച രീതിയാണ് നമ്മൾ ഈ എഴുതി വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ H1, H2 ആർ ദി two harmonic means between the positive numbers a and b. A and G are the arithmetic and geometric means between a and b. Then H1 plus H2, H2 plus H1 divided by H1 H2 എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. H1 H2 are the two harmonic means between two positive integers. ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്? ഹാർമോണിക് മീൻസ് ബിറ്റ്വീൻ ടു പോസിറ്റീവ് നമ്പേഴ്സ് എ ആൻഡ് ബി ആണ്. ആൻഡ് എ, ജി ആർ ദി അരിത്തമെറ്റിക് ആൻഡ് ജോമെട്രിക് മീൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ നോക്കിയോ, H1 and H2 are the two harmonic means between A and B എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം A, H1, H2, B are in എവിടായി മാറി? HP ആയി മാറി അല്ലേ? ആർ ദി ഹാർമോണിക് മീൻസ് ബിറ്റ്വീൻ A and B എന്ന് പറയുന്ന സമയത്ത് അത് എവിടായി മാറി? HP ആയി മാറി. അങ്ങനെയെങ്കിൽ അവയുടെ റെസിപ്രോക്കൽ ഏതായി മാറി? 1/A, 1/H1, 1/H2, 1/B എവിടായി മാറി? R in AP. AP ആകുന്ന സമയത്ത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് എന്ത് വിളിക്കാം? തേർഡ് ടേം. 1/H1 മൈനസ് 1/A ഈസ് ഈക്വൽ ടു 1/B മൈനസ് 1/H2. അതായത് 1/H1 പ്ലസ് 1/H2 ഈസ് ഈക്വൽ ടു 1/A പ്ലസ് 1/B എന്നായി മാറും. അല്ലെങ്കിൽ H2 പ്ലസ് H1 ഡിവൈഡഡ് ബൈ H1 H2 ഈസ് ഈക്വൽ ടു ആര് വരും? A പ്ലസ് ബി ഡിവൈഡഡ് ബൈ ആര് വരും? AB. എഴുതിയ മനസ്സിലായോ? ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നല്ലേ? എ ആൻഡ് ജി ആർ ദി അരിത്തമെറ്റിക് ആൻഡ് ജോമെട്രിക് മീൻ. എ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ്. അപ്പോൾ എ ഈസിക്കൽ എന്ത് വിളിക്കാം? A പ്ലസ് ബി ഡിവൈഡ് ബൈ 2, അല്ലെങ്കിൽ A പ്ലസ് ബിക്ക് വിളിക്കുന്ന പേരാണ് 2AB. അതുപോലെ ജോമെട്രിക് മീൻ വിളിക്കുന്ന പേരാണ് √AB എന്ന് വിളിക്കുക. അല്ലെങ്കിൽ G സ്ക്വയർ ഈസിക്കൽ എന്തായി മാറി? G സ്ക്വയർ ഈക്വൽ ടു AB ആയി മാറി. ഇവിടുത്തെ റീപ്ലേസ് ചെയ്താൽ ആര് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 2A ഡിവൈഡഡ് ബൈ G സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്തും ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. JEയുടെ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ എളുപ്പമാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് H1 H2 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇവിടെയുള്ള ഹാർമോണിക് മീൻസ് ആണ് എന്ന് പറയുന്നു. അതായത് A, H1, H2, B ആറിന് എവിടായി മാറി? HP ആയി മാറി. ഇത് HP ആകുന്ന സമയത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എവിടായി മാറി? അതിൻ്റെ റെസിപ്രോക്കൽ AP ആയി മാറും. അതായത് 1/A, 1/H1, 1/H2, 1/B ആറിൻ AP ആയി മാറി. APയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടൈം. അതായത് 1/H1 മൈനസ് 1/A ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടൈം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് അതിന് തൊട്ടുമുമ്പുള്ള ടൈം 1/B മൈനസ് 1/H2 ആണ്. 1/H1 പ്ലസ് 1/H2 ഈസ് ഈക്വൽ ടു 1/A പ്ലസ് 1/B ആയി മാറും. H2 പ്ലസ് H1 ഡിവൈഡ് ബൈ H1 H2 ഈസ് ഈക്വൽ ടു ആര് വരും? A പ്ലസ് ബി ഡിവൈഡഡ് ബൈ AB. A പ്ലസ് ബിക്ക് വിളിക്കാവുന്ന പേരുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നു എയും ബിയും നമ്മൾ അരിത്തമെറ്റിക് മീനാണ് A എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ എത്ര ആയി മാറി? A ആയി മാറി. A പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ എത്ര ആയി മാറി? A ആയി മാറി. അല്ലെങ്കിൽ 2A ഈസ് ഈക്വൽ എന്തായി മാറി? A പ്ലസ് ബി. അല്ലെങ്കിൽ A ഈസ് അതുപോലെ ജോമെട്രിക് മീനിൻ്റെ ഫോർമുലയാണ് G ഈസ് ഈക്വൽ √AB, അല്ലെങ്കിൽ G സ്ക്വയർ ഈക്വൽ എത്ര ആയി മാറി? AB ആയി മാറി. അപ്പോൾ ഇവിടെ A പ്ലസ് ബിക്കും എയ്ക്കും പകരം നമ്മൾ ആ വില കൊടുത്തു എന്നർത്ഥം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് ദി ഫസ്റ്റ് ടേം ഓഫ് ആൻ ഇൻഫിനിറ്റ് GP ഈസ് 1 ആൻഡ് ഈച്ച് ടേം ഈസ് twice the sum of the succeeding terms എന്നാണ്. ആൻഡ് ഈച്ച് ടേം ഈസ് twice the sum of the succeeding terms
then the sum of the series is എത്രയാണ് എന്നാണ് ചോദ്യം. each term is choice the sum of the succeeding terms, then എന്താണ് the sum of the series എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്ത രീതി നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന രീതി നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദി ഫസ്റ്റ് ടൈം ഓഫ് ആൻ ഇൻഫിനിറ്റ് ജി പി ഉണ്ട്. ഇങ്ങനെ ഇൻഫിനിറ്റ് ജി പി എന്ന് വെച്ചാൽ എന്താണ്, ജി പി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. മാത്രമല്ല അതിൻ്റെ ജി പിയുടെ പ്രത്യേകത കോമൺ റേഷ്യോ ഈസ് ആൾസോ ഈസ് ലെസ് ദാൻ 1. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീക്വൻസിന് വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് ജി പി. 1/2, 1/4, 1/8, 1/16 എക്സെട്ര. അപ്പോൾ ചോദിക്കാം 2, 4, 8, 16 അതൊരു ഇൻഫിനിറ്റ് ജി പി അല്ലെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ഇൻഫിനിറ്റ് ജി പി എന്ന് പരിഗണിക്കപ്പെടാറില്ല. നമ്മൾ പരിഗണിക്കുന്ന എപ്പോഴും കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആകുന്ന സമയത്താണ് നമ്മൾ ഇൻഫിനിറ്റ് ജി പി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതോ ഒരു ഇൻഫിനിറ്റ് ജി പി ഉണ്ട്. ആ ഇൻഫിനിറ്റ് ജി പിയുടെ ഫസ്റ്റ് ടൈം എത്രയാണെന്നറിയാം, 1 ആണ് എന്ന് പറയാം. 1 ആണ്. ആൻഡ് ഈച്ച് ടൈം ഈസ് ചോയ്സ് ദി സം ഓഫ് ദി സക്സീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ബാക്കി ടൈമുകളുടെ സെക്കൻഡ് ടൈം പ്ലസ് തേർഡ് ടൈം പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റ് ടൈംസ്. എഴുതിയാൽ മനസ്സിലായോ? ഒരു ഇൻഫിനിറ്റ് ടൈം ഉണ്ട്, ഒരു ഇൻഫിനിറ്റ് ജി പി ഉണ്ട്. ദി ഫസ്റ്റ് ടൈം ഓഫ് ഇൻഫിനിറ്റ് ജി പി ഈസ് 1 ആൻഡ് സെക്കൻഡ് ടൈം തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തൊട്ട് അത് ഏത് ടൈം എടുത്താലും അതിനുശേഷം വരുന്ന ടൈമുകളുടെ സമ്മിൻ്റെ 2 ഇരട്ടിയാണ് അതിലെ ഓരോ ടൈമും എന്നാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ദി ഫസ്റ്റ് ടൈം ഓഫ് ആൻ ഇൻഫിനിറ്റ് ജി പി ഈസ് 1 ആൻഡ് ഈച്ച് ടൈം ഈസ് ടോയ്സ് ദി സം ഓഫ് ദി സക്സീഡിങ് ടൈം. ഏത് ടൈം എടുത്താലും അതിനുശേഷം വരുന്ന ടൈമുകളുടെ സമ്മിൻ്റെ 2 ഇരട്ടിയായിരിക്കും നമ്മുടെ ടൈം എന്ന. ഏത് ടൈം എടുത്താലും എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം എടുത്തു 1 ഈസ് ഈക്വൽ ടു ടോയ്സ് ദി സം ഓഫ് ദി സക്സീഡിങ് ടൈംസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഇതാണ് ഗിവൺ. ക്വസ്റ്റ്യൻ പിടി കിട്ടിയല്ലോ. ഏതോ ഒരു ഇൻഫിനിറ്റ് ജി പി ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ടൈം എന്താണ്, 1 ആണ്. പിന്നെ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ജി പിയിലെ ഏത് ടൈം എടുത്താലും അതിന് ശേഷം വരുന്ന ടൈമുകളുടെ സമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നു എന്നാണ് ടൈം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഫസ്റ്റ് ടൈം എടുക്കുക. അപ്പോൾ ആ ടൈം എടുത്താൽ അതിന് ശേഷം വരുന്ന ടൈമുകളുടെ സമ്മിൻ്റെ 2 ഇരട്ടിയായിരിക്കും എൻ്റെ ഫസ്റ്റ് ടൈം. അപ്പോൾ നോക്കിയോ, A1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 × A2 മീൻസ് AR, A3 മീൻസ് AR² എക്സെട്ര ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു 2 ഫസ്റ്റ് ടൈം നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട് 1 ആണ്. അപ്പോൾ 1 R+R² പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി ഒരു ജി പി ആയി മാറി. ഇൻഫിനിറ്റ് ജി പി ആണ്, വിത്ത് കോമൺ റേഷ്യോ R ആണ്. അപ്പോൾ R ഡിവൈഡഡ് ബൈ A ഡിവൈഡ് ബൈ 1 - R. അപ്പോൾ 1 - R ഈസ് ഈക്വൽ എന്ന് വിളിക്കാം 2R, അല്ലെങ്കിൽ 3R ഈസ് ഈക്വൽ ടു 1 എന്നായി മാറും, അല്ലെങ്കിൽ R ഈസ് ഈക്വൽ എത്ര കിട്ടി, 1/3 എന്ന് കിട്ടി. ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോമൺ റേഷ്യോ അല്ല, സം ആണ്. സോ സം ഈസ് ഈക്വൽ ടു ഫോർമുല എങ്ങനെയാണ്, സോ സം കണ്ടുപിടിക്കാൻ S ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു A/1 - R. A എന്ന് പറഞ്ഞാൽ എത്രയാണ്, A എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 - Rൻ്റെ വില എത്ര, 1/3. ഇത് കൊടുക്കുന്ന സമയത്ത് ആര് വരും, 3/2 എന്ന് വരും. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എത്രയായി മാറി, 3/2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതോ ഒരു ജി പി ഉണ്ട്, ആ ജി പിയുടെ ആദ്യത്തെ ടൈം എന്താണ്, 1 ആണ്. ആ ജി പിയിലെ ഏത് ടൈം എടുത്താലും അതിനുശേഷം വരുന്ന ടൈമുകളുടെ സമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഈ ടൈമുകൾ കിട്ടുമെന്ന. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. അതിൽ ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ടൈമുകളുടെ സമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഫസ്റ്റ് ടൈം കിട്ടുമെന്നർത്ഥം. ദാറ്റ് ഈസ് 2 × A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി എന്ന് എടുക്കാം. 2 × A2 വിളിക്കുന്ന പേരാണ് AR, അടുത്ത AR² എക്സെട്ര ഇൻഫിനിറ്റി. A എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 വെച്ച് കൊടുക്കുന്നു. അപ്പോൾ A/1 - R എന്ന് പറയുന്ന ഫോമുലായി മാറി. അപ്പോൾ 2R ഈസ് ഈക്വൽ ടു 1 - R, അല്ലെങ്കിൽ 3R ഈസ് ഈക്വൽ ടു 1 - R, 3R ഈസ് ഈക്വൽ ടു 1, R ഈസ് ഈക്വൽ ടു 1/3. അവിടുന്ന് സം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, A/B+C, B/C+A, C/A+B എന്നിവ AP-യിലാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എങ്ങനെ, A/B+C, B/C+A, C/A+C എന്നിവ AP-യിലാണെങ്കിൽ താഴെ പറയുന്ന ഏത് കണ്ടീഷൻസ് ആണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, A/B+C, B/C+A, C/A+B എന്നിവ AP-യിലാണെങ്കിൽ താഴെ പറയുന്ന ഏത് കണ്ടീഷൻ ശരിയാകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കിയോ. A/B+C, B/C+A, C/A+B ആർ ഇൻ എവിടെയാണ്, AP-യിലാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ ഇതാണ്, A/B+C, B/C+A, C/A+B ആർ ഇൻ AP. കണ്ടീഷൻ ചോദിച്ചേക്കുന്നത് ഇതാണ്,
എയും ബിയും സി ഇവിടെ എ പിയിലായിരിക്കും, അല്ലെങ്കിൽ എയും ബിയും സിയും ജി പിയിലായിരിക്കും. അതുപോലെ സിയും എയും ബിയും എ പിയിലായിരിക്കും, അല്ലെങ്കിൽ സി സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ ആർ ഇൻ ജി പി, അല്ലെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആർ ഇൻ എ പി എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ നോക്കിയാൽ ഇത് എ പിയിലാണ് എന്ന് പറഞ്ഞു. ഇത് എ പിയിലാണെങ്കിൽ ഈ ഗിവൺ ഇത് തന്നിട്ടുണ്ട്. ഈ എ പിയുടെ കൂടെ ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൂട്ടിയാൽ പോലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നതല്ല. അതായത് എ ബൈ ബി പ്ലസ് സി പ്ലസ് വൺ, ബി ബൈ സി പ്ലസ് എ പ്ലസ് വൺ, സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് വൺ ആറിൻ എവിടായി മാറി? എ പി ആയി മാറി. അപ്പോൾ കുറേ സംഖ്യകൾ എ പിയിലാണെങ്കിൽ എ പിയുടെ കൂടെ ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൂട്ടിയാൽ പോലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നതല്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ എഴുതി എ ബൈ ബി പ്ലസ് സി പ്ലസ് വൺ, ബി ബൈ സി പ്ലസ് എ പ്ലസ് വൺ, സി ബൈ എ പ്ലസ് ബി പ്ലസ് വൺ ആർ ഇൻ എ പി. അല്ലേ? ശരിയല്ലേ? ഇപ്പം നോക്കുക, 2, 4, 6, 8, 10 എക്സെട്ര ഇവ എ പിയിലാണെങ്കിൽ അതിൻ്റെ കൂടെ സെയിം കോൺസ്റ്റൻ്റ് കൂട്ടിയ 3, 5, 7, 9, 11 എവിടായി മാറി? എ പി ആയി മാറി. അപ്പോൾ എ പിയുടെ പ്രത്യേകതയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. സെയിം കോൺസ്റ്റൻ്റ് കൂട്ടിയാൽ പോലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ എന്ത് വിളിക്കാം? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി, ബി പ്ലസ് സി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി പ്ലസ് എ, സി പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആറിൻ എവിടായി മാറി? എ പി ആയി മാറി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഡിവൈഡിങ് ബൈ ആരാണ്? ഡിവൈഡിങ് ബൈ എ പ്ലസ് ബി പ്ലസ് സി വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആരൊരു 1 ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി, 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് എ, 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എവിടായി മാറി? എ പി ആയി മാറി. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാം. എ പി ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് വ്യത്യാസം വരുന്നതല്ല. ഇപ്പോൾ നോക്കിയേ, 5, 10, 15, 20, 25 എന്ന് പറയുന്ന ഒരു എ പി ആണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്ത് 1, 2, 3, 4, 5 എ പി എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് യാതൊരു വ്യത്യാസം വരുന്നതല്ല. അപ്പോൾ എ പി ഒരു സെയിം കോൺസ്റ്റൻറ്റ് എ പിയുടെ കൂടെ കൂട്ടിയാലും, ഒരു സെയിം കോൺസ്റ്റൻറ്റ് എ പിയിൽ നിന്ന് കുറച്ചാലും, ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൊണ്ട് എ പിയെ മൾട്ടിപ്ലൈ ചെയ്താലും, ഒരു സെയിം കോൺസ്റ്റൻറ്റ് എ പിയെ ഡിവൈഡ് ചെയ്താലും എ പിയുടെ പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നതല്ല. അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു? എ പ്ലസ് ബി പ്ലസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി 1 ബൈ ബി പ്ലസ് സി, 1 ബൈ സി പ്ലസ് എ, 1 ബൈ എ പ്ലസ് ബി ആർ ഇൻ എ പി. ഇത് എ പി ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഇത് 3 സംഖ്യകൾ എ പി ആണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി പറയാം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ദാറ്റ് ഈസ്, ഞാൻ എഴുതും 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് എ. എൽസിയം എടുത്തേ, ബി പ്ലസ് സി മൈനസ് സി മൈനസ് എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഇൻറ്റു സി പ്ലസ് എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു ആരും സി പ്ലസ് എ. രണ്ട് സൈഡിൽ നിന്നും സി പ്ലസ് എ ക്യാൻസലായി മാറും, മൈനസ് സിയും സിയും ക്യാൻസലായി മാറും, എയും മൈനസ് എയും ക്യാൻസലായി മാറി. ബി മൈനസ് എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? സി മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും ബി പ്ലസ് എന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം സി പ്ലസ് ബി, സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എ സ്ക്വയർ ഗമ ബി സ്ക്വയർ ഗമ സി സ്ക്വയർ ആറിൻ എവിടായി മാറി? എ പി ആയി മാറി. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ക്വസ്റ്റിനകത്ത് പറയുന്നത് എ ഡിവൈഡ് ബൈ ബി പ്ലസ് സി, ബി ഡിവൈഡഡ് ബൈ സി പ്ലസ് എ, സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്നിവ എ പിയിലാണെങ്കിൽ എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നു ഇത് എ പിയിലാകട്ടെ. ഇതിൽ എ പിയിലാകുന്ന സമയത്ത് എ പിയുടെ കൂടെ ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൂട്ടിയാൽ പോലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവും വരത്തില്ല. അപ്പം ഞാൻ 1 വെച്ച് കൂട്ടുന്നു. 1 വെച്ച് കൂട്ടിയാൽ പോലും എ പി എന്ന് പറയുന്ന പ്രത്യേകതയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ എ ഡിവൈഡ് ബൈ ബി പ്ലസ് സി പ്ലസ് 1, ബി ഡിവൈഡ് ബൈ സി പ്ലസ് എ പ്ലസ് 1, സി ഡിവൈഡ് ബൈ എ പ്ലസ് ബി പ്ലസ് 1 ആർ ഇൻ എ പി. അപ്പോൾ സെയിം കോൺസ്റ്റൻറ്റ് വെച്ച് കൂട്ടി. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ ബി പ്ലസ് സി, ബി പ്ലസ് സി പ്ലസ് എ ഡിവൈഡ് ബൈ സി പ്ലസ് എ, സി പ്ലസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി ആർ ഇൻ എ പി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഒരു എ പ്ലസ് ബി പ്ലസ് സി കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. എ പ്ലസ് ബി പ്ലസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആരും 1 ഡിവൈഡ് ബൈ ബി പ്ലസ് സി, 1 ഡിവൈഡഡ് ബൈ സി പ്ലസ് എ, 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആർ ഇൻ എ പി. ഇത് എ പിയിലാണ് എന്ന് കിട്ടി. ഇത് എ പിയിലാകുമ്പോൾ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതായത് 1 ഡിവൈഡ് ബൈ സി പ്ലസ് എ മൈനസ് 1 ബൈ ബി പ്ലസ് സി, 1 ഡിവൈഡ് ബൈ എ പ്ലസ് ബി മൈനസ് 1 ഡിവൈഡ് ബൈ സി പ്ലസ് എ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്നായി മാറും. അങ്ങനെ നമ്മളത് കുറയ്ക്കുന്നു.
ഓക്കെ, അവിടെ എൽ സി എം എടുത്ത് ബി പ്ലസ് സി മൈനസ് എ ഡിവൈഡ് ബൈ ബി പ്ലസ് സി പ്ലസ് എന്ന് വിളിക്കാം സി പ്ലസ് എ. അതുപോലെ സി പ്ലസ് എ മൈനസ് ആര് വരും എ പ്ലസ് ബി അല്ലേ, സി പ്ലസ് എ മൈനസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി പ്ലസ് ആര് വരും സി പ്ലസ് എ എന്ന് കിട്ടും. ഇവിടെ കിട്ടിയല്ലോ. രണ്ട് സൈഡിൽ നിന്നും സി പ്ലസ് എ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആര് വരും, സിയും സിയും ക്യാൻസലായി മാറി, മൈനസ് എയും ക്യാൻസലായി മാറി. ബാക്കി ആര് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ബി മൈനസ് എ ഡിവൈഡ് ബൈ ബി പ്ലസ് സി ഇസിക്കൽ സി മൈനസ് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി പ്ലസ് എ എന്ന രീതിയിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി പ്ലസ് സി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സി പ്ലസ് ബി എന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്നായി മാറി. അതിൻ്റെ അർത്ഥം എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആറിൻ്റെ എ പി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന എക്സ്പ്രഷൻ എ പിയിലാണെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആറിന് എ പി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-4 റിസൾട്ടുകൾ ഞാൻ പറഞ്ഞുപോയി. അതായത് എ പിയുടെ കൂടെ ഒരു സെയിം കോൺസ്റ്റൻറ്റ് കൂട്ടിയാൽ പോലും എ പിയുടെ പ്രത്യേകതയ്ക്ക് വ്യത്യാസം വരത്തില്ല. എ പിയിൽ നിന്നൊരു സെയിം കോൺസ്റ്റൻറ്റ് കുറച്ചാൽ പോലും എ പി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയ്ക്ക് വ്യത്യാസം വരത്തില്ല. ഒരു എ പിയെ ഒരു സെയിം കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ പോലും എ പിയുടെ പ്രത്യേകത വ്യത്യാസം വരത്തില്ല. ആ കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ചെയ്തത് അത്രയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കപ്പെടുക. ഓക്കെ, അടുത്ത ഇൻ ആൻ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് the first term is a and common ratio is r. If the sum of the series is 4, then the second term is 3/4. Then a, r is എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ടൈം ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ടൈം എ ആണ്, കോമൺ റേഷ്യോ 6 ആണ്. ഇഫ് ദി സം ഓഫ് ദി സീരീസ് ഈസ് 4, സം ഓഫ് ദി സീരീസ് 4 ആണ്, സെക്കൻഡ് ടൈം എത്രയാണ് 3/4 ആണ്. അങ്ങനെയെങ്കിൽ a, r എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കിയോ, ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് അതിൻ്റെ ഫസ്റ്റ് ടൈം എ ആണ്, കോമൺ റേഷ്യോ 6 ആണെന്ന് പറഞ്ഞു. സം ഓഫ് ദി സീരീസ് എത്ര എന്ന് പറഞ്ഞു, സം ഓഫ് ദി സീരീസ് 4 ആണെന്ന് പറഞ്ഞു. നമുക്ക് എയും ആറും ഒക്കെയാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കാം. അപ്പോൾ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആണ്. ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ റേഷ്യോ എല്ലായ്പ്പോഴും 1ൽ താഴെ ആയിരിക്കും. 1ൽ താഴെയാകുമ്പോൾ മാത്രമേ അതൊരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആണ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായി എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയും ചെയ്യുന്ന രീതിയിൽ നോക്കാം. ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആണ്, ഫസ്റ്റ് ടൈം ഈസ് എ ആൻഡ് കോമൺ റേഷ്യോസ് ആർ. സം ഓഫ് ദി സീരീസ് അറിയാം 4 ആണ്. ഗിവൺ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു എ, കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു എത്ര വരും, കോമൺ റേഷ്യോ ഈസ് ആർ അല്ലേ, കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സീരീസ് ഈസ് 4 എന്നാ. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 4 എന്നാ. എ സം ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞാൽ എ ബൈ 1 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 4. സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്, സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 3/4. സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ് 3/4. ദെൻ എയും ആറും കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ ഇങ്ങോട്ട് നോക്കിയോ, എങ്ങനെ ചെയ്യാം. എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 4 ആണ്, അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു 4 × 1 മൈനസ് ആർ. അതുപോലെ എ ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4r. ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എഴുതി, ഇക്വേഷൻ നമ്പർ 2 എഴുതി. രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആറിൻ്റെ വില കണ്ടുപിടിക്കാം. എന്ത് വിളിക്കാം, ഫ്രം 1 and 2. സെക്കൻഡ് ടൈം 3/4 ആണ്, സം അറിയാം, സം 4 ആണെന്ന് പറയുന്നത്. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് a/1 മൈനസ് ആർ. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് a/1 മൈനസ് ആർ. ഇവ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആര് വരും, 4 × 1 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4r എന്ന് വരും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും, 16r × 1 മൈനസ് ആർ ഈസ് ഈക്വൽ എത്ര കിട്ടും, 3 എന്നായി മാറും. 16r × 1 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ 16r മൈനസ് 16r² ഈസ് ഈക്വൽ ടു 3 എന്നായി മാറും. ഓക്കെ, 4r ആവുകൊണ്ട് 16r × 1 മൈനസ് ആർ, 16r മൈനസ് 16r² ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ 16r² മൈനസ് 16r പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. r ഈസ് ഈക്വൽ എത്ര കിട്ടും, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4 × a × c ഡിവൈഡഡ് ബൈ 2a. r ഈസ് ഈക്വൽ 16 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 256 മൈനസ് 16 × 4. 16 × 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 64. 64 × 3, 4 × 3 12 1 192 എന്നായി മാറി. 192 ഡിവൈഡഡ് ബൈ എത്ര വരും, ദാറ്റ് ഈസ് 32. അതായത് r ഈസ് ഈക്വൽ 16 പ്ലസ് ഓർ മൈനസ് 256 മൈനസ് 192 എന്നായി മാറും. 256 മൈനസ് 192 എന്ന് പറയുമ്പോൾ 56 8 64 ഡിവൈഡഡ് ബൈ 32 എന്നായി മാറും. r ഈസ് ഈക്വൽ 16 പ്ലസ് 8/32, അല്ലെങ്കിൽ r ഈസ് ഈക്വൽ 16 മൈനസ് 8 ഡിവൈഡഡ് ബൈ 32 എന്നായി മാറും. അതായത് 24/32 എന്ന് വരും. അതായത് 3/4 എന്ന് വരും. അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു
8/32 എന്ന് പറഞ്ഞാൽ 1/4 വരും. എയുടെ വില 3/4 ആകാം, അല്ലെങ്കിൽ ആറിൻ്റെ വില 3/4 ആകാം, അല്ലെങ്കിൽ ആറിൻ്റെ വില 1/4 ആകാം. നമ്മൾ നോക്കേണ്ട കാര്യം ആറിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നമ്മളോട് വെച്ചാൽ എയും കണ്ടുപിടിക്കണം. ആറിൻ്റെ വില 3/4 ആകുമ്പോൾ വെൻ ആർ ഈസ് ഈക്വൽ ടു എയും കണ്ടുപിടിക്കണം. വെൻ ആർ ഈസ് ഈക്വൽ ടു 3/4 എ ഈസ് ഈക്വൽ എത്ര കിട്ടും? എ ഈസ് ഈക്വൽ 1 ആയി മാറും. ഇനി അതല്ല ആറിൻ്റെ വില 1/4 ആണെങ്കിലോ, ആറിൻ്റെ വില 1/4 ആണെങ്കിൽ എ ഈസ് ഈക്വൽ എത്ര കിട്ടും? 3. അപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണ് എന്ന് വെച്ച് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് A,R എന്നാണ്. നമ്മുടെ ഓപ്ഷൻ പറയുന്ന സമയത്ത് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ 3,1/4 ഉണ്ട്. അപ്പോൾ 3,1/4 ആയിരിക്കും. 1,3/4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പം 3,1/4 എന്ന് പറയുന്ന രണ്ടാമത് എഴുതിയ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നോക്കിയേ, രണ്ടും വരാം. ഫസ്റ്റ് ടൈം ഏതാണ്? ആണ് കോമൺ റേഷ്യോ 6 ആണ്. നമ്മളോട് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ജോമെട്രി സീരീസ് ഉണ്ട്. ആ ഇൻഫിനിറ്റ് ജോമെട്രി സീരീസിന് സം എത്ര എന്നറിയാം? 4 ആണെന്നറിയാം. അത് A/1 - R = 4, A = 4 × 1 - R, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ സെക്കൻഡ് ടൈം എത്ര എന്നറിയാം? 3/4 എന്നറിയാം. അതായത് A = 3/4R, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വേഷനായിട്ട് മാറും. ആ ഇക്വേഷനകത്തുനിന്ന് 6 കണ്ടുപിടിക്കുക. 6 കണ്ടുപിടിച്ച് 6 ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? എ കണ്ടുപിടിക്കാം. 6ഉം എയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, 6ഉം എയും കണ്ടുപിടിച്ചാൽ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മറന്നുപോലെ A/1 - R = 4 ആണ്. അവിടുന്ന് എ കണ്ടുപിടിക്കുക. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 3/4. തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 6ലുള്ള ഇക്വേഷനാക്കി മാറ്റുക. A = എന്ന് പറഞ്ഞ് കണ്ടെത്തി അവിടുന്ന് 6ലുള്ള ഇക്വേഷനാക്കി മാറ്റി സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ദി സം ഓഫ് 12th and 22nd ടേം ഓഫ് ആൻ AP ഈസ് 100. അങ്ങനെയെങ്കിൽ ദി സം ഓഫ് ദി ഫസ്റ്റ് 33 ടേംസ്, സം ഓഫ് ദി ഫസ്റ്റ് 33 ടേംസ് ഓഫ് ആൻ AP ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഏതോ ഒരു AP ഉണ്ട്. ആ APയുടെ 12ാമത്തെയും 22ാമത്തെയും ടേമുകൾ തമ്മിലുള്ള സം അറിയാം, 100 ആണ്. അങ്ങനെയെങ്കിൽ ആ APയുടെ ആദ്യത്തെ 33 ടേമുകളുടെ സം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു APയുടെ ഏതോ 2 ടേമുകളുടെ സം അറിയാം. ഏതോ 2 ടേമുകളുടെ സമ്മിനെ അടിസ്ഥാനപ്പെടുത്തി ബാക്കിയുള്ള ടേമുകളുടെ സം കണ്ടുപിടിക്കുക ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു APയുടെ സം കണ്ടുപിടിക്കുന്ന ഫോർമുല? APയുടെ സം കണ്ടുപിടിക്കാൻ ആദ്യ ടേമും അവസാന ടേമും അറിയാമെങ്കിൽ ഫോർമുലയുണ്ട്. n/2 × A + n ആയി മാറും. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? n/2 × 2A + n - 1 × D എന്ന് പറയുന്ന രീതിയിൽ എഴുതി പോകാം. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു AP ആണ്. APയുടെ എന്താണ്? APയുടെ n ടേമുകളുടെ സം കണ്ടുപിടിക്കണം. ഇവിടെ പറയുമ്പോൾ എത്ര ടേമുകളുടെ സമാണ്? 33 ടേമുകളുടെ സമാണ്. 12ാമത്തെ ടേമും അറിയാം, 22ാമത്തെ ടേമുകളുടെ സം അറിയാം. എത്രയാണ്? 100 ആണ്. അപ്പോൾ നോക്കിയോ, ഗിവൺ 12ാമത്തെ ടേമിൻ്റെ സം പ്ലസ് 22ാമത്തെ ടേമിൻ്റെ സം എത്രയായി മാറി? 100 മാറി. 12ാമത്തെ ടേം പ്ലസ് 22ാമത്തെ ടേമുകളുടെ സം എത്രയായി മാറി? 100 മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ 33 ടേമുകളുടെ സം, 12ാമത്തെ ടേമിനെ എന്ത് വിളിക്കാം? A + 11D പ്ലസ് 22ാമത്തെ ടേമിനെ എന്ത് വിളിക്കാം? A + 21D = 100. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ആര് വരും? 2A പ്ലസ് എന്ന് വരും. 21 + 31 + 32D = എത്രയായി മാറി? 100. 2 കോമൺ ആയിട്ട് ഇങ്ങെടുത്താൽ A + 16D = എത്രയായി മാറി? 100 മാറി. അല്ലെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എഴുതിയപടി കിട്ടിയല്ലോ. ഏതോ ഒരു AP ഉണ്ട്. APയുടെ ആദ്യ 12ാമത്തെ ടേമും 22ാമത്തെ ടേമുകളുടെ സം എത്രയായി മാറി? 100 ആണ് എന്നറിയാം. 12ാമത്തെ ടേമിനെ വിളിച്ച പേരാണ് A + 11D. 22ാമത്തെ ടേമിനെ വിളിച്ച പേരാണ് A + 21D = 100. കൂട്ടുമ്പോൾ 2A + 32D, 21, 10, 31, 32D = 100 എന്നായി മാറും. നമുക്ക് വേണ്ടത് ആദ്യത്തെ 33 ടേമുകളുടെ സമാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 33 ടേമുകളുടെ സം കണ്ടുപിടിക്കാൻ ഫോർമുല 33/2 × ആര് വരും? 2A + എന്ത് വിളിക്കാം? 33 - 1 × D എന്നായി മാറി. വിച്ച് ഈസ് ഈക്വൽ ടു 33/2 × 2A + ആര് വരും? 32D എന്നായി മാറും. 2A + 32Dയുടെ വില വ്യക്തമായിട്ട് അറിയാം. എത്രയാണ്? 100 ആണ്. തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 33 × എത്ര വരും? 50 എന്നായി മാറും. ഇതെത്ര കിട്ടും? 5 × 3 15, 1650 എന്നായി മാറും. അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. ഏതോ ഒരു AP ഉണ്ട്. APയുടെ ടേമുകളുടെ സം, ശരിക്കും പറഞ്ഞാൽ APയുടെ ടേമുകളുടെ സമ്മിൽ നിന്ന് APയുടെ മൊത്തം സം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ APയുടെ 12ാമത്തെ ടേമും 22ാമത്തെ ടേമുകളുടെ സം അറിയാം. 12ഉം 22ഉം അറിയാമെങ്കിൽ ആ APയുടെ 12A + 22 ടേമുകളുടെ സം, അതായത് 33 ടേമുകളുടെ സം, അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം.
12ാമത്തെ ടേമിൻ്റെയും 22ാമത്തെ ടേം നമുക്കറിയാമെങ്കിൽ 12 + 21, അതായത് കൃത്യമായി പറഞ്ഞാൽ 33 ടേമുകളുടെ സം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നർത്ഥം. 12ാമത്തെ ടേം a+11d, ഇത് a+21d, കൂട്ടുമ്പോൾ 2a + 32d = 100. നമുക്ക് വേണ്ടത് ആദ്യത്തെ 33 ടേമുകളുടെ സമ്മാണ്. ഫോർമുല 33/2 × 2a + 33 - 1d, അതായത് 33/2 എത്ര വരും? 100 എന്നായി മാറും. കൃത്യമായി പറഞ്ഞാൽ 1650 എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ഇഫ് a, b, c are in AP and 0 less than a, b, c less than 1 and x is equal to sigma n is equal to 0 to infinity a raised to n, y is equal to sigma 0 to infinity b raised to n and z equal to sigma n is equal to 0 to infinity c raised to n, then താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. എയും ബിയും സി എവിടെയാണെന്ന് പറയുന്നുണ്ട്? എ പി ആണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല എയും ബിയും സിയും എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലാണ്. x is equal to sigma n is equal to 0 to infinity a raised to n, y is equal to sigma n is equal to 0 to infinity b raised to n and z equal to sigma c raised to infinity n is equal to 0 to infinity c raised to n ആണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അതിനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നിരിക്കുന്ന ടേമുകളൊന്ന് എടുത്തെഴുതുകയാണ്. എക്സ് ഇസ് ഈക്വൽ നോക്കിയോ ചെയ്യുന്ന രീതി എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to infinity a raised to n. ഇതിനെ എന്ത് വിളിക്കാം? 1 + a + a² + etc. infinity which is equal to a divided by 1 - r. നമ്മൾ എഴുതി വരുന്ന എക്സ് ആണ്. അല്ലെങ്കിൽ 1 - a is equal to 1/x എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 1 - 1/x is equal to a എന്ന് വിളിക്കാം, അല്ലെങ്കിൽ x - 1 ഡിവൈഡഡ്, അല്ലെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, 1 - 1/x is equal to a. അപ്പോൾ ആദ്യത്തെ ടേമാണ്. ക്വസ്റ്റിനകത്ത് പറയുന്ന കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. എയും ബിയും സി എവിടെയാണെന്നറിയാം? എ പിയിലാണെന്നറിയാം. മാത്രമല്ല എയും ബിയും സിയുടെയും വില എല്ലായ്പ്പോഴും 0യ്ക്കും 1നും ഇടയിലാണ്. അങ്ങനെയെങ്കിൽ x is equal to sigma 0 to infinity a raised to n ആണ്. ആ എക്സിൻ്റെ വില, എയുടെ വില ഞാൻ കണ്ടെത്തുന്നു, അത്രയാണ് 1/x. ഇനി എന്താണ്? y is equal to sigma n is equal to 0 to infinity b raised to n. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് അത് കണ്ടുപിടിക്കാം. നോക്കിയോ ചെയ്യുന്ന രീതി. y is equal to sigma n is equal to 0 to infinity b raised to n ആണ്. ഇത് വില കൊടുക്കുമ്പോൾ 1 + b + b² + etc. infinity ആയി മാറും. ദാറ്റ് ഈസ് y is equal to 1 divided by 1 - b, അല്ലെങ്കിൽ 1 - b is equal to 1/y, അല്ലെങ്കിൽ b 1 - 1/y is equal to b എന്ന് പറയുന്ന ഫോർമുലയായി മാറി. ഓക്കെ, ചെയ്താൽ പിടി കിട്ടിയല്ലോ. അടുത്ത സിയുടെ വില കണ്ടുപിടിക്കാൻ ഇതുപോലെ എന്ത് വിളിക്കാം? z is equal to sigma n is z is equal to sigma n is equal to 0 to infinity c raised to n. വില കൊടുക്കുമ്പോൾ ആര് വരും? 1 + c + c² + etc. infinity. z is equal to എന്ത് വിളിക്കാം? 1 divided by 1 - r, അല്ലെങ്കിൽ 1 - c is equal to 1/z, അല്ലെങ്കിൽ 1 - 1/z equal to c എന്നായി മാറും. ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട് എയും ബിയും സിയും എവിടെയാണെന്ന് പറയുന്നുണ്ട്? എ പി ആണ് എന്ന് പറയുന്നുണ്ട്. എയും ബിയും സിയും എ പി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവൻ a, b, c ആർ ഇൻ എ പി ആണ്. എയും ബിയും സി എ പി ആണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. 2b is equal എന്ത് വിളിക്കാം? a + c which is equal to 2 into ബിയുടെ വില എത്ര? 1 - 1/2 is equal to a + c എന്ന് പറഞ്ഞാൽ 1 - 1/x പ്ലസ് സിയുടെ വില എത്ര? 1 - 1/z, അതായത് 2 - 2/y is equal to 2 - 1/x + 1/z എന്നായി മാറും. രണ്ട് സൈഡിൽ നിന്നും ഈ 2 ക്യാൻസലായി മാറും. ബാക്കി ആര് വരും? -2/y. ശ്രദ്ധിച്ചോണേ, -2/y is equal to, അല്ലെങ്കിൽ is equal to -1/x + 1/z. രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി ആരുണ്ട്? തിരിച്ചിട്ട് y/2 ഈസ് ഈക്വൽ ടു ആര് വരും? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എൽസിയം എടുത്തതിന് ശേഷം തിരിച്ചിടാം. 2/y ഈസ് ഈക്വൽ ടു z + x ഡിവൈഡഡ് ബൈ zx, അല്ലെങ്കിൽ y/2 ഈസ് ഈക്വൽ ടു zx ഡിവൈഡഡ് ബൈ z + x എന്നായി മാറും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 2zx ഡിവൈഡഡ് ബൈ z + x എന്ന് വരും. ഇതാണ് നമുക്ക് വേണ്ട റിസൾട്ട്. ക്വസ്റ്റിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം എയും ബിയും സി എ പിയിലാണ്. എയും ബിയും സിയുടെയൊക്കെ വില എന്താണ്? 1ൽ താഴെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എക്സിൻ്റെ വില ഇതാണ്. സിഗ്മ n is equal to 0 to infinity a raised to n. നമ്മൾ വില കൊടുക്കുമ്പോൾ 1 + a + a² + etc. infinity, അതായത് x is equal to 1 divided by 1 - a. അവിടുന്ന് നമ്മൾ എയുടെ വില കണ്ടുപിടിച്ചു. അതുപോലെ y is equal to sigma n is equal to 0 to infinity എന്താണ്? b raised to n ആണ്.
നമ്മൾ എന്നിൻ്റെ വില 0 എടുക്കുമ്പോൾ 1 പ്ലസ് ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റിയാണ്. വൈ ഈസിക്കൽ എ ഡിവൈഡ് ബൈ 1 മൈനസ് ബി, 1 മൈനസ് ബി ഈസിക്കൽ 1/1, 1 മൈനസ് 1/y ഈസിക്കൽ ബി എന്നായി മാറും. സിഗ്മ എൻ ഈസിക്കൽ 0 ടു ഇൻഫിനിറ്റി 0 ആകുന്ന സമയത്ത് 1 സി സി സ്ക്വയർ എക്സെട്ര ഇൻഫിനിറ്റി എ ബൈ 1 മൈനസ് സി എന്നായി മാറും. 1 മൈനസ് സി ഈസിക്കൽ 1/z എന്നായി മാറും. അല്ലെ സി ഈസിക്കൽ ടു 1 മൈനസ് 1/z. ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യം എയും ബിയും സി എവിടെയാണെന്നറിയാം, എ പിയിലാണ് എന്നറിയാം. എയും ബിയും സി എ പിയിലാണെങ്കിൽ നമുക്ക് പറയാവുന്ന റിസൾട്ട് ഏതാണ്? 2b ഈസിക്കൽ എ പ്ലസ് സി. ബിയുടെ വില കൊടുക്കുക, എയും സിയുടെയും വില കൊടുക്കുക. ഇത് കൂട്ടുമ്പോൾ ആര് കിട്ടും? വൈയുടെ വില 2 ഇൻറ്റു ബിയുടെ വില എത്ര? 1 മൈനസ് 1/y. എയുടെ വില എത്ര? 1 മൈനസ് 1/x. സിയുടെ വില 1 മൈനസ് 1/z. 2 അകത്തോട്ട് മൾട്ടിപ്ലൈ 2 മൈനസ് 2/y ഈസിക്കൽ 1 മണ്ടോ കൂട്ടുമ്പോൾ 2 മൈനസ് 1/x പ്ലസ് 1/z. ഈ രണ്ട് സൈഡിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്യാം. മൈനസ് 2/y ഈസ് ഈക്വൽ ടു ഈ രണ്ട് സൈഡിൽ നിന്ന് മൈനസൂടെ മൈനസ് 2/y ഈസിക്കൽ മൈനസ് 1/x പ്ലസ് 1/z ആണ്. രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ 2/y ഈസിക്കൽ ടു z പ്ലസ് എക്സ് ഡിവൈഡ് ബൈ zx എന്നായി മാറും. തിരിച്ചിടുമ്പോൾ z/2 ഈസിക്കൽ zx ഡിവൈഡ് ബൈ z പ്ലസ് എക്സ്. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2zx ഡിവൈഡഡ് ബൈ z പ്ലസ് എക്സ് എന്നായി മാറും. ഇങ്ങനെയാണ് നമ്മൾ വില കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ ഈ കണ്ടുപിടിച്ച രീതിയും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓക്കെ എത്ര അടുത്ത് നോക്കിയോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഇഫ് Tn denote the number of triangles which can be formed by using the vertices of a regular polygon of n sides, then Tn plus 1 minus Tn is equal to 28, then n is equal to എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് പറയുന്നത് Tn denote the number of triangles which can be formed by vertices of a regular polygon of n sides എന്നാണ്. അപ്പോൾ Tn plus 1 Tn എന്ന് പറഞ്ഞാൽ n സൈഡ്സ് ഉള്ള പോളിഗണിൽ നിന്ന് നമ്മൾ 3 വെർട്ടെക്സുകൾ എടുക്കുന്നു. ഏതെങ്കിലും 3 വെർട്ടെക്സ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതോ ഒരു പോളിഗൺ, n സൈഡഡ് പോളിഗണിൽ നിന്ന് ഏതോ ഒരു 3 വെർട്ടെക്സ് എടുത്തിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന പേരാണ് Tn. Tn ഡിനോട്ട് ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിച്ച് ആർ ഫോംഡ് ഫ്രം ദി വെർട്ടീസ് ഓഫ് എ റെഗുലർ പോളിഗൺ. ഒരു പോളിഗണിൻ്റെ n സൈഡ്സ് ഉണ്ട്, അവിടുന്ന് 3 വെർട്ടെക്സുകൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇഫ് Tn പ്ലസ് 1 മൈനസ് Tn ഈസ് ഈക്വൽ ടു 28 ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. Tn പ്ലസ് 1 മൈനസ് Tn ഈസ് ഈക്വൽ ടു 28 ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന Tn എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. Tn എന്ന് പറഞ്ഞാൽ ഒരു n സൈഡഡ് പോളിഗൺ ഉണ്ട്. n സൈഡഡ് പോളിഗണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? 3 വെർട്ടെക്സ് എടുത്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു എന്നർത്ഥം. n സൈഡഡ് പോളിഗണിൽ നിന്ന് 3 വെർട്ടെക്സ് എടുത്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ, then n is equal to ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ Tn denote the number of triangles formed by using the vertices of a regular polygon. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും തുല്യമാണ്. അതിന് വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺ. റെഗുലർ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും തുല്യമാണ്. അപ്പോൾ n സൈഡഡ് പോളിഗൺ ഉണ്ട്. ആ n സൈഡഡ് പോളിഗണിൽ നിന്ന് നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് Tn എന്ന് പറയുന്നത്. അപ്പം n സൈഡഡ് പോളിഗണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3 വെർട്ടെക്സ് എടുക്കണം. അപ്പോൾ Tn മീൻസ് n സൈഡഡ് പോളിഗൺ. n സൈഡഡ് പോളിഗണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3 വെർട്ടെക്സിൽ എടുത്ത് ഫോം ചെയ്യപ്പെടുന്ന ട്രയാങ്കിളിൻ്റെ എണ്ണമാണ് Tn. Tn ഡിനോട്ട് ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിച്ച് ക്യാൻ ബി number of triangles which can be formed from a n-sided polygon. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് Tn plus 1 minus Tn given എന്ത് വിളിക്കാം? Tn plus 1 minus Tn is equal to എത്രയാണ്? Tn plus 1 minus Tn is equal to എത്രയാണ്? 28 ആണ്. അപ്പോൾ n plus 1 സൈഡ്സിൽ നിന്ന് 3 വെർട്ടെക്സ് എടുക്കുക, n സൈഡ്സിൽ നിന്ന് 3 വെർട്ടെക്സ് എടുക്കുക. എത്രയായി മാറി? 28 ആയി മാറി. n plus 1 വെർട്ടെക്സിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 3 വെർട്ടെക്സ് വേണം. എത്ര രീതി എടുക്കാമെന്ന് ചോദിച്ചാൽ n plus 1 C3 ആണ്. നമ്പർ ഓഫ് സെലക്ഷൻ ആണ്. അതുപോലെ Tn എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ് ഫ്രം എ n സൈഡ് പോളിഗൺ. അവിടെ n വെർട്ടെക്സ് ഉണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യണം? 3 വെർട്ടെക്സ് എടുക്കണം. അപ്പോൾ n plus 1 C3 മൈനസ് ആര് വരും? nC3 എന്നായി മാറും. n plus 1 C3 മൈനസ് nC3 എന്ന് വിളിക്കാം 23 എന്നായി മാറും. n plus 1 C3യുടെ ഫോർമുല വേണമെങ്കിൽ എഴുതാം. എന്താണ്? n plus 1 ഇൻറ്റു എന്ത് വിളിക്കാം? n ഇൻറ്റു n മൈനസ് 1 അല്ലേ? n plus 1 ഉൾപ്പെടെ 3 സ്ഥാനം ബാക്കിലോട്ട് ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ്
n into n minus 1 into n minus 2 divided by 1 into 2 into 3 is equal to 28. അല്ലേ? ചെയ്യാൻ എളുപ്പത്തിന് ആരെ കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം? n into n minus 1 കോമൺ എടുത്താൽ ബ്രാക്കറ്റിനകത്ത് ആര് വരും? n plus 1 minus n plus 2 divided by അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 into 28 into എത്ര വരും? 6 എന്നായി മാറും. ഈ എന്നിവിടെ ക്യാൻസലായി മാറും. മൈനസ് n പ്ലസ് വൺ C3 എന്ന് വെച്ചാൽ n പ്ലസ് 1 ഉൾപ്പെടെ 3 സ്ഥാനം ബാക്കിലോട്ട് നടത്തും. n പ്ലസ് 1 അതിന് ശേഷമുള്ള തൊട്ടുമുമ്പുള്ള ടൈം n, അതിന് തൊട്ടുമുമ്പുള്ള ടൈം n മൈനസ് 1. nC3 എന്ന് പറയുമ്പോൾ n, അതിന് തൊട്ടുമുമ്പുള്ള ടൈം n മൈനസ് 1, n മൈനസ് 2. ഇവിടുന്ന് n into n മൈനസ് 1 കോമൺ എടുത്താൽ ബാക്കി വരുന്നത് n പ്ലസ് 1 മൈനസ് n പ്ലസ് 2 ഈസ് ഈക്വൽ ടു 28 into 6 എന്നായി മാറും. which is equal to n minus 1 into 3 is equal to 28 into 6 എന്നായി മാറും. n into n minus 1 is equal to എത്ര കിട്ടും? 56 എന്ന് വരും. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 56 വരുന്നു എന്നാണ്. സോ n is equal എത്ര കിട്ടും? 8 ആണ്. 8 into 8 minus 1 7 is equal to 56. സോ n is equal എത്ര വരും? 8 എന്ന് വരും. ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഓക്കെ, n is equal to 8 ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മയിരിക്കുക. Tn എന്ന് പറഞ്ഞാൽ Tn number of triangles which can be formed from the vertices of a polygon. ഒരു പോളിഗണ് എത്ര വെർട്ടെക്സ് ഉണ്ടോ ആ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ട്രയാങ്കിളിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പേരാണ് Tn. Tn denotes the number of triangles that can be formed from a vertices of a regular polygon. ഏതോ ഒരു റെഗുലർ പോളിഗൺ, സൈഡ്സ് എല്ലാം തുല്യമായ ഏതോ ഒരു പോളിഗൺ, ചിലപ്പോൾ അത് 5 ആകാം, 10 ആകാം, 100 ആകാം സൈഡ്സുള്ള പോളിഗൺ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടെക്സുകൾ എടുത്ത് എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ n പ്ലസ് 1 വെർട്ടെക്സ് ഉള്ള ട്രയാങ്കിളിൽ നിന്ന് n വെർട്ടെക്സ് ഉള്ള ട്രയാങ്കിൾ അല്ല n പ്ലസ് 1 സൈഡ്സ് ഉള്ള പോളിഗണിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ട്രയാങ്കിളും n വെർട്ടെക്സ് ഉള്ള പോളിഗണിൽ നിന്ന് ഉണ്ടാക്കുന്ന ട്രയാങ്കിളും തമ്മിലുള്ള വ്യത്യാസം അവർ പറഞ്ഞ് 28 ആണ്. അങ്ങനെയെങ്കിൽ ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്തത്. Tn പ്ലസ് 1 മൈനസ് Tn. അപ്പോൾ n പ്ലസ് 1 സൈഡ്സ് ഉള്ള പോളിഗണിൽ നിന്ന് 3 വെർട്ടെക്സ് വേണം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ. അത് എത്രയിൽ എടുക്കാമെന്ന് ചോദിച്ചാൽ n പ്ലസ് 1 C3. അതുപോലെ n സൈഡുള്ള പോളിഗണിൽ നിന്ന് അതിന് എത്ര n വെർട്ടെക്സ് ഉള്ള പോളിഗണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3 സൈഡ്സ് വേണം. അല്ലെങ്കിൽ n പ്ലസ് 1 സൈഡ്സ് ആയിക്കോട്ടെ, n പ്ലസ് 1 സൈഡ്സ് ഉള്ള പോളിഗണിൽ നിന്ന് 3 സൈഡ് എത്ര രീതി എടുക്കാം? n പ്ലസ് 1 C3 ആകാം. n സൈഡ്സ് ഉള്ള പോളിഗണിൽ നിന്ന് 3 സൈഡ്സ് ട്രയാങ്കിൾ എടുക്കാൻ എന്ത് ചെയ്യാം? nC3. അപ്പോൾ n പ്ലസ് 1 C3 മൈനസ് nC3 ഈസ് ഈക്വൽ ടു 28. അത് സോൾവ് ചെയ്തു. n-ൻ്റെ വില എത്ര കിട്ടി? n-ൻ്റെ വില 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 ഡിവൈഡഡ് ബൈ റൂട്ട് 10 മൈനസ് റൂട്ട് 9 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 11 മൈനസ് റൂട്ട് 10 പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 12 മൈനസ് റൂട്ട് 11 എക്സെട്ര മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 21 മൈനസ് റൂട്ട് 20 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇതൊരു സീക്വൻസ് ആൻഡ് സീരീസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി കാണിക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. 1 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു. 1 ഡിവൈഡഡ് ബൈ റൂട്ട് 10 മൈനസ് റൂട്ട് ടേം ഇറാഷണൽ ടേംസ് ആണ് ഈ ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ടേമുകളിലെ സമ്മും സബ്ട്രാക്ഷനുമാണ് ആ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും അത് പല ആളുകളും തെറ്റിക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി മനസ്സിലാക്കപ്പെടുക. അപ്പോൾ ചെയ്യുന്ന രീതി നോക്കിയോ. 1 ഡിവൈഡഡ് ബൈ റൂട്ട് 10 1 ഡിവൈഡഡ് ബൈ റൂട്ട് 10 മൈനസ് റൂട്ട് 9 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 11 മൈനസ് റൂട്ട് 10 പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 12 മൈനസ് റൂട്ട് 11 എക്സെട്ര മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 21 മൈനസ് റൂട്ട് 120 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്തുവരും? റൂട്ട് 10 പ്ലസ് റൂട്ട് 9 ആയി മാറും. മൈനസ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ റൂട്ട് 11 പ്ലസ് റൂട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. താഴെ എന്തായിക്കോളും? 1 ആയി മാറിക്കോളും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അടുത്തെന്ന് വരും പ്ലസ് റൂട്ട് 12 മൈനസ് റൂട്ട് 11. താഴെ ഡിനോമിനേറ്റർ 1 ആയി മാറി. എക്സെട്ര ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് മൈനസ് ആണ്. മൈനസ് ആരോരിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 21 മൈനസ് റൂട്ട് 120 എന്നായി മാറും. ഇതാണ് ടേമുകൾ. അപ്പോൾ ഇങ്ങനെ ടേമുകൾ എഴുതുന്ന സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ടേം ആദ്യത്തെ ടേം റൂട്ട് 9 ക്യാൻസൽ ആവത്തില്ല. ബാക്കി എല്ലാ ടേമും എന്തായി മാറും? ക്യാൻസലായി മാറും. അതിൻ്റെ അല്ലേ ബാക്കി എല്ലാ ടേം വേണമെങ്കിൽ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് എഴുതി കാണിക്കാം. റൂട്ട് 9 പ്ലസ് റൂട്ട് 10 മൈനസ് റൂട്ട് 11 മൈനസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 12 മൈനസ് റൂട്ട് 11 എക്സെട്ര ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് മൈനസ് റൂട്ട് 121 പ്ലസ് റൂട്ട് 120. ഇനി തൊട്ട് മുമ്പുള്ള ടൈം എഴുതുന്ന സമയത്ത് റൂട്ട് 119 മൈനസ് റൂട്ട് 120 എന്നായിരിക്കും. ആ ടൈമുകൾ ക്യാൻസലായി മാറും. ഈ രണ്ട് ടൈമുകൾ ഈ ടൈമുകളൊക്കെ ക്യാൻസലായി മാറി. ഈ അവസാന ടൈമും ക്യാൻസലായി മാറും. ബാക്കി ആര് വരും? റൂട്ട് 9 മൈനസ് റൂട്ട് 121 എന്നായി മാറും. റൂട്ട് 9 മീൻസ് 3 മൈനസ് 11, അതായത് മൈനസ് 8 എന്നായി മാറും.
അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അതായത് 3 - 11 എന്നായി മാറും. 3 - 11 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? -8 വരും. -8 ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വേണം ഇത് ചെയ്തു പോകാൻ. അപ്പോൾ ഇത് ഒരു ഇറാഷണൽ ടേംസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഒന്നുകൂടെ പറയാം അത് ചെയ്ത രീതി. 1/√10 - √9 - 1/√11 - √10, 1/√11 - √11 എക്സെട്ര, -1/√21 - √120 ആണ്. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഓരോ ടേമിനും മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുക. അപ്പോൾ √9 + √10, ഇത് -√11 - √10, ഇത് √12 - √11 എക്സെട്ര, -121 + 120. ഈ ടേമുകളൊക്കെ ക്യാൻസലായി മാറി. √9 - √121 എന്ന് വരും. √9 വിളിക്കുന്ന പേരാണ് 3, √121 വിളിക്കുന്ന പേരാണ് 11 എന്ന് വരും. 11. അപ്പം എന്ത് വരും? 9 - 11 എന്നായി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു -8 എന്ന് വരും. -8 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, an AP consists of 23 terms if the sum of the 3 terms in the middle is 144 and the sum of the last 3 terms is 26, then the first term is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. an AP consists of 23 terms if the sum of the 3 terms in the middle is എത്രയാണ്? 141 ആണ്. അങ്ങനെയെങ്കിൽ sum of the ലാസ്റ്റ് 3 terms is 261 ആണ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണ് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഒരു എ പിക്കകത്ത് 23 ടേമുകളുണ്ട്. സം ഓഫ് ദി 3 ടേംസ് ഇൻ ദി മിഡിൽ ഈസ് എത്രയാണ്? 141. ഏതൊരു എ പി ഉണ്ട്? ആ എ പിക്ക് 23 ടേമുണ്ട്. If the sum of the 3 terms in the middle, if the sum of the last 3 terms is 261, then the first term is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അത് ചെയ്യുന്ന രീതി, ഒരു എ പിക്ക് മൊത്തം 23 ടേംസ്. ഞാൻ എഴുതാം. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. Given AP consists of 23 terms. If the sum of the 3 terms in the middle, sum of 3 terms, sum of 3 terms in middle, sum of 3 terms in middle is equal to 144, 141. Sum of the last 3 terms is, sum of last 3 terms is 261. Then the first term is എത്രയാണ് എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ആദ്യ ടേം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ എ പി ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. എ പി ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേ. എ പി ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി കാണിക്കാം. എ പി ഉണ്ട്, മൊത്തം എത്ര ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു? 23 ടേംസ്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 23. നോക്കിയോ. അപ്പോൾ ടേംസ് ഏതൊക്കെ എഴുതാം? A1 എഴുതാം, A2 എഴുതാം, A3 എഴുതാം, എക്സെട്ര A23 എഴുതാം. മിഡിൽ ടേംസ് 1 മുതൽ 23 വരെയുള്ള ടേമിനകത്ത് മിഡിലായിട്ട് വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? ദി മിഡിൽ ടേംസ്, ദി 3 മിഡിൽ ടേംസ് ആർ, അത് 3 മിഡിൽ ടേംസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 11ാമത്തെ ടേം വരും, 11 വരും, 12 വരും, ഒപ്പം തന്നെ 13 വരും. 3 മിഡിൽ ടേംസ് വെച്ചാൽ 11, 12, 13 ആണ്. നീ ക്വസ്റ്റിനകത്ത് പറയുന്നു അവയുടെ സം എത്ര എന്ന് പറയുന്നു, ഈ മിഡിൽ ടേമുകളുടെ സം എത്ര എന്ന് പറയുന്നു. ഗിവൺ എന്ത് ചെയ്യാം? അതിൻ്റെ സമ്മ് 141 ആണ്. A11 പ്ലസ് A12 പ്ലസ് A13 ഈസ് ഈക്വൽ ടു 141. A11 എന്ന് പറഞ്ഞാൽ A പ്ലസ് 10D പ്ലസ് A12 എന്ന് പറയുമ്പോൾ A പ്ലസ് 11D, A13 എന്ന് പറയുന്ന സമയത്ത് A പ്ലസ് 12D ഈസ് ഈക്വൽ ടു 141. ഇത് കൂട്ടുന്ന സമയത്ത് 3A പ്ലസ് 21, 21 12 കൂട്ടുന്ന സമയത്ത് ആര് വരും? 21 12 കൂട്ടുമ്പോൾ 33D ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 141 എന്ന് വരും. 3 കോമൺ ആയിട്ടിങ് എടുത്താൽ A പ്ലസ് എന്ന് വിളിക്കാം. 11D ഈസ് ഈക്വൽ ടു 141 എന്നായി മാറും. അല്ലെങ്കിൽ A പ്ലസ് 11D ഈസ് ഈക്വൽ എത്ര കിട്ടും? 47 എന്നായി മാറും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എഴുതിയപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഏതോ ഒരു എ പി ഉണ്ട്, ആ എ പിക്ക് മൊത്തം 23 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ A1, A2, A3 എക്സെട്ര A23 ആണ് 23 ടേം. അതിന് നടുക്ക് വരുന്ന 3 ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ, നടുക്ക് വരുന്ന 3 ടേം എന്ന് വെച്ചാൽ 11, 12, 13 ടേമുകളുടെ സമ്മാണ്. 11, 12, 13 ടേമുകളുടെ സം എന്ന് പറയുമ്പോൾ 141.
A11 പ്ലസ് A12 പ്ലസ് A13 ഈസിക്കൽ 141. 11ാമത്തെ ടൈമിന് A പ്ലസ് 10D. 12ാമത്തെ ടൈം എന്ന് വെച്ചാൽ A പ്ലസ് 11D. 13ാമത്തെ ടൈം എന്ന് വെച്ചാൽ A പ്ലസ് 12D ഈസ് ഈക്വൽ 141. കൂട്ടുന്നു 3A പ്ലസ് ഇതാ 23 പ്ലസ് 33D. 3 കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തു. A പ്ലസ് 11D ഈസിക്കൽ എത്ര കിട്ടും? 47. ഇനിയും ക്വസ്റ്റൻ അത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സം ഓഫ് ദി ലാസ്റ്റ് 3 ടേംസ് ഈസ് 261 എന്ന് പറയുന്നത്. ലാസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 അവിടെ എഴുതി നിർത്തിയാണ്. ഓൾസോ ദി സം ഓഫ് ദി ലാസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ലാസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ 21 പ്ലസ് 22 മൊത്തം 23 ആയതുകൊണ്ട് ലാസ്റ്റ് 3 ടേംസ് എന്ന് വെച്ചാൽ 21 പ്ലസ് 22 പ്ലസ് 23 എന്ന് പറയുന്നത് എത്രയാണ്? 261. A21 എന്ന് പറയുമ്പോൾ A പ്ലസ് 20D. A22 എന്ന് പറയുമ്പോൾ A പ്ലസ് 21D. A23 എന്ന് പറയുമ്പോൾ A പ്ലസ് 22D ഈസ് ഈക്വൽ ടു 261. അതായത് 3A പ്ലസ് 41 10 51 10 61 61 2 63D ഈസ് ഈക്വൽ ടു 261. ഒരു 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ A പ്ലസ് 21D ഈസ് ഈക്വൽ എത്ര വരും? 87. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. അപ്പോൾ എന്ത് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ദെൻ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. A കുറച്ചാൽ 0 ആയി മാറി. 21 10D ഈസ് ഈക്വൽ ടു 87 മൈനസ് 30. ഇത് 30 ആയി മാറും അല്ലേ? 30 അല്ല 40 ആയി മാറും. 40ഉം 47 കൂട്ടുമ്പോഴാണ് 87 വരുന്നത്. അപ്പോൾ D ഈസിക്കൽ എത്ര വരും? D ഈസിക്കൽ 4 എന്നായി മാറും. D 4 ആയി കഴിഞ്ഞാൽ A ഈസിക്കൽ എത്ര കിട്ടും? 3. ഇതിനകത്ത് കൊടുത്താൽ മതി. 84 എന്ന് വരും. 21 × 4 84. അത് 87 എന്ന് കുറയ്ക്കാൽ A കിട്ടും. A ഈസിക്കൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്ന ഏതാണ്? ഫസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്ന കാര്യം. അപ്പോൾ ഫസ്റ്റ് ടൈം എത്ര കിട്ടി? 3. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു AP ഉണ്ട്. ആ APക്ക് മൊത്തം എത്ര ടേംസ് ഉണ്ട്? 23 ടേംസ് ഉണ്ട്. ഏതോ ഒരു AP ആ APക്ക് മൊത്തം 23 ടേംസ് ഉണ്ട്. അതിന് മിഡിൽ ടേമുകളുടെ സം എത്രയാണെന്നറിയാം? 141 എന്നറിയാം. മിഡിൽ ടേമുകളുടെ സം 141 എന്ന് പറയുമ്പോൾ 23 ടേം ഉണ്ടെങ്കിൽ മിഡിൽ വരുന്നത് 11 12 13 മിഡിൽ ടേമുകളുടെ സം. നടുക്ക് വരുന്ന 3 മിഡിൽ ടേമുകളുടെ സം. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. 11 12 13 അല്ല, 12 13 14 അല്ല. 23ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10.5 വരും. അപ്പോൾ അതിന് ശേഷമുള്ള ടൈം 11 12 13. ഓക്കെ, 10 വരത്തില്ല. 11 12 13. അപ്പോൾ എന്ത് വരും? അല്ല സോറി, 23 പകുതി എടുക്കുന്ന സമയത്ത് 11.5 വരും. അപ്പോൾ 11 12 13 11 12 13 ആ 3 ടൈമുകളുടെ സമാണ് 141. 11ൻ്റെ ടൈം എന്ന് വെച്ചാൽ A പ്ലസ് 10D. ഇത് A പ്ലസ് 11D. A പ്ലസ് 12D ഈസിക്കൽ 141. അതായത് 3A പ്ലസ് 33D ഈസിക്കൽ 141. അല്ലെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് A പ്ലസ് 11D ഈസിക്കൽ 47 എന്ന് കിട്ടും. ഇനിയും പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ APയുടെ അവസാന 4 ടൈമുകളുടെ സം, അവസാന 3 ടൈമുകളുടെ സം. അതായത് 23 ടൈം ഉണ്ടെങ്കിൽ 23 22 21. അവസാന 3 ടൈമുകളുടെ സം എത്രയായി മാറുന്നു? 261. അപ്പോൾ A പ്ലസ് 20D പ്ലസ് A പ്ലസ് 21D A പ്ലസ് 22D ഈസിക്കൽ 261. 3A പ്ലസ് 63D ഈസിക്കൽ 261. 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. A പ്ലസ് 21D ഈസിക്കൽ 87 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇവ തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് 10D ഈസിക്കൽ 40 D ഈസിക്കൽ 4 വരും. D4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? Aയുടെ വില കണ്ടുപിടിക്കുന്നു. D4 ആകുമ്പോൾ Aയുടെ വില എത്ര കിട്ടി? 3 എന്ന് വരും. D ഈസിക്കൽ 4 A ഈസിക്കൽ എത്ര കിട്ടും? 3. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് ലെറ്റ് A is a positive number such that the arithmetic mean of A and 2 exceeds their geometric mean by 1, then the value of A is. A എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യയാണ്. സച്ച് ദാറ്റ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് A and 2. അരിത്തമെറ്റിക് മീൻ ഓഫ് A and 2 എന്ന് പറയുന്നത് വരാം Aയും 2 നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ആൻഡ് എക്സീഡ്സ് ദെയർ ജോമെട്രിക് മീൻ, അവ തമ്മിലുള്ള ജോമെട്രിക് മീനെക്കാട്ടിൽ 1 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ എയുടെ വില എത്രയാണ് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ലെറ്റ് A be the positive integer such that the arithmetic mean of A and 2 exceeds their geometric mean by 1, then the value of A is എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാമത്? അപ്പോൾ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. ചെയ്യുന്ന രീതി ഇത്രയേ ഉള്ളൂ. ലെറ്റ് A be the arithmetic mean of A and 2 exceeds their geometric mean by 1 എന്നാണ്. അപ്പോൾ നോക്കിയേ, ബൈ ക്വസ്റ്റ്യൻ എന്ത് വിളിക്കാം? ദി അരിത്തമെറ്റിക് മീൻ ഓഫ് A and 2 എന്ന് പറഞ്ഞാൽ A പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 എക്സീഡ്സ് ദെയർ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് വെച്ചാൽ 2A ബൈ 1 അല്ലേ? എക്സീഡ്സ് ദെയർ ജോമെട്രിക് മീൻ ബൈ 1 എന്ന് പറഞ്ഞാൽ A പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഈസിക്കൽ √2A പ്ലസ് 1 എന്നായി മാറും. ഇനി ഇതെന്ത് ചെയ്യണം? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയുടെ വില കണ്ടുപിടിക്കണം. എയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം?
എയുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 1 ഇപ്പുറത്ത് വരട്ടെ. എന്ത് വിളിക്കാം? a+2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഈക്വൽ ടു √2a, അല്ലെങ്കിൽ a+2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു √2a. റൂട്ട് മൊത്തത്തിലാണ് √2a, ജോമെട്രിക് മീൻ അല്ലേ. ഈ 2 ക്യാൻസലായി മാറി a/2 ഈസ് ഈക്വൽ ടു √2a എന്നായി മാറും. രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുന്ന് എയുടെ വില പെട്ടെന്ന് കിട്ടും. a² ഈസ് ഈക്വൽ ടു a² സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? a²/4 ഈസ് ഈക്വൽ ടു 2a എന്നായി മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? a² ഈസ് ഈക്വൽ എന്ത് വിളിക്കാം? 8a എന്നായി മാറും. a² മൈനസ് 8a ഈസ് ഈക്വൽ എത്ര കിട്ടും? 0 എന്നായി മാറും. എ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? a ഇൻറ്റു a മൈനസ് 8 ഈസ് ഈക്വൽ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. a ഈസ് ഈക്വൽ 0 ആയി മാറാം, അല്ലെങ്കിൽ a ഈസ് ഈക്വൽ എന്തായി മാറാം? 8 ആയി മാറാം. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ലെറ്റ് a be the positive integer such that the arithmetic mean of a and 2 exceeds their geometric mean by 1 എന്ന്. അതായത് എയും 2 നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അതിൻ്റെ ജോമെട്രിക് മീനെക്കാട്ടിൽ എന്താണ്? 1 കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. ജോമെട്രിക് മീനെക്കാട്ടിൽ 1 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ √2a + 1. ഇവിടെ ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് ആര് വരും? ഇത് കുറയ്ക്കുന്ന സമയത്ത് a+2/2 മൈനസ് 1 ഈസ് ഈക്വൽ √2a, അല്ലെങ്കിൽ a/2 ഈസ് ഈക്വൽ എന്ത് വിളിക്കാം? √2a. നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആര് വരും? a²/4 ഈസ് ഈക്വൽ 2a എന്നായി മാറും, അല്ലെങ്കിൽ a² ഈസ് ഈക്വൽ എന്തായി മാറും? 8a. ആ 8a ഇപ്പുറത്ത് വരുന്നു. അവിടുന്ന് a കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? a ഈസ് ഈക്വൽ 0യും a ഈസ് ഈക്വൽ 8ഉം കിട്ടും. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഈ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ള റിലേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതും ഓർമ്മയിരിക്കണം. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജോമെട്രിക് മീനെക്കാട്ടി കൂടുതലായിരിക്കും. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാർമോണിക് മീനെക്കാട്ടിൽ കൂടുതലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കണ്ടുപിടിക്കുന്ന ഫോർമുലാസ്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ എപ്പോഴും a+b ഡിവൈഡഡ് ബൈ 2 ആണ്. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ എപ്പോഴും എന്താണ്? √ab ആണ്. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ 2ab ഡിവൈഡഡ് ബൈ a+b. അപ്പോൾ ഇത് ഓർമ്മയിരിക്കണം. ഇവ തമ്മിലുള്ള റിലേഷൻസും എപ്പോഴും അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ഹാർമോണിക് മീൻ എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ദി സം ഓഫ് n times of an AP 2, 4, 6 etc. is 240. Then the value of n is എത്രയാണ് എന്നാണ് ചോദ്യം. The sum of n times of an AP, the sum of n times of an AP 2, 4, 6 etc. is 240. Sum of n times of an AP, sum of n times of an AP, സം ഓഫ് n ടൈംസ് ഓഫ് AP 2, 4, 6, 8 എക്സെട്ര ഈസ് എത്രയാണ്? 240 എന്നാണ്. 2, 4, 6 എക്സെട്ര 2, 4, 6 എക്സെട്ര ഈസ് 240. ദെൻ ദി വാല്യൂ ഓഫ് n ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. സം ആണ്. സം കണ്ടുപിടിക്കേണ്ട ഫോർമുല എങ്ങനെയാണ്? ഫോർമുല n/2 ഇൻറ്റു എന്ത് വിളിക്കാം? 2a + n-1 ഇൻറ്റു d ഈസ് ഈക്വൽ എത്ര കിട്ടും? 240. അതായത് n/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില എത്ര? 2 ഇൻറ്റു എയുടെ വില 2 പ്ലസ് n-1 ഇൻറ്റു ഡി, ഡിയുടെ വില എത്ര? 2 ഈ സീക്വൽ എത്ര കിട്ടും? 240. 2 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. 2 കോമൺ എടുക്കുമ്പോൾ n/2 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ ബാക്കി ആര് വരും? 2 പ്ലസ് n-1 ഈ സീക്വൽ എത്ര കിട്ടും? 240. ഈ 2 ഇൻറ്റു ക്യാൻസലായി മാറും. ഇതെത്ര കിട്ടും? n ഇൻറ്റു n+1 ഈ സീക്വൽ എത്ര കിട്ടും? 240. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 240 കിട്ടണം. എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. n ഈക്വൽ എത്ര വരും? നമ്മൾ ആലോചിച്ചാൽ മതി. n ഈക്വൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം ഇതല്ലേ? 15ഉം 16ഉം വരും. n ഈക്വൽ 15 എന്നെടുത്താൽ മതി. n 15 ഇൻറ്റു 16 ആണ്. n ഈക്വൽ ടു അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യണം. n ഈക്വൽ അല്ലെ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. n ഈക്വൽ 15 എന്ന് വരും. അപ്പോൾ n ഈക്വൽ 15 ഇൻറ്റു 16 എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 240 മാറുന്നത്. അപ്പോൾ ഇതാണ് അത് ചെയ്യുന്ന രീതി. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന 2018-19 JEE കീമിൻ്റെ ക്വസ്റ്റ്യനാണ്. JEEയുടെയും കീമിൻ്റെയും ക്വസ്റ്റ്യനാണ്. സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇഫ് ദി നമ്പേഴ്സ്, ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി നമ്പേഴ്സ് a, b, c, d, e, if a, b, c, d form an AP, then the value of a minus 4b plus 6c
മൈനസ് 4D പ്ലസ് ഇ എത്രയാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് അറിയാം. ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഇതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 0, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. The numbers A, B, C, D form an AP, then the value of A minus 4B plus 6C minus 4D plus E is equal to എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. എയും ബിയും സിയും ഡി എവിടെയാണെന്നറിയാം, ജി പിയിലാണ് എന്നറിയാം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വിലയാണ് നമ്മൾ എ പിയിലാണ് എന്നറിയാം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ആലോചിക്കണം. എയും ബിയും സിയും ഡി എവിടെയാണ്? എ പിയിലാണ്. അങ്ങനെയെങ്കിൽ എ മൈനസ് 4B പ്ലസ് 6C മൈനസ് 4D പ്ലസ് ഇ ഈസ് ഈക്വൽ ടു എവിടെ വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. എ ഈസ് ഈക്വൽ എന്ന് വിളിക്കാം. എ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എത്ര വരും? എ എന്ന് പറഞ്ഞാൽ എത്ര വരും? എ അല്ലേ, ഫസ്റ്റ് ടൈം എ. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? ബി ഈസ് ഈക്വൽ ടു ബി ഈസിക്കൽ എന്ന് വിളിക്കാം എ പ്ലസ് 2D. ബി ഈസിക്കൽ ടു എ പ്ലസ് ഡി. ബി ഈസിക്കൽ എ പ്ലസ് ഡി. സി ഈസിക്കൽ എന്ന് വിളിക്കാം എ പ്ലസ് 2D. ഡി ഈസിക്കൽ എന്ന് വിളിക്കാം എ പ്ലസ് 3D. ഇ ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം എ പ്ലസ് 4D. ഓക്കെ, ഫസ്റ്റ് ടൈം എ അതുപോലെ തന്നെ എഴുതി. ബി ഈസിക്കൽ എ പ്ലസ് ഡി, സി ഈസിക്കൽ എ പ്ലസ് 2D, ഡി ഈസിക്കൽ എ പ്ലസ് 3D, ഇ ഈസിക്കൽ ടു എ പ്ലസ് 4D ആയി മാറി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേമിനകത്ത് ഇതിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ എന്ത് വിളിക്കാം? A minus 4B, then A minus 4B plus 6C, then A minus 4B plus 6C minus 4D plus E is equal to വില കൊടുത്തേ. എ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതി. മൈനസ് 4 ഇൻറ്റു ബിയുടെ വില എത്ര? എ പ്ലസ് ഡി. പ്ലസ് 6 ഇൻറ്റു സിയുടെ വില എത്ര? എ പ്ലസ് 2D. മൈനസ് 4 ഇൻറ്റു ഡിയുടെ വില എത്ര? എ പ്ലസ് 3D. പ്ലസ് ഇയുടെ വില എത്ര? എ പ്ലസ് 4D. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആര് വരും? എ മൈനസ് 4A മൈനസ് 4D പ്ലസ് 6A പ്ലസ് 12D മൈനസ് 4A മൈനസ് 12D പ്ലസ് എ പ്ലസ് 4D. മൈനസ് 12D 12D ക്യാൻസൽഡായി മാറും. മൈനസ് 4D ക്യാൻസലായി മാറും. ഈ മൈനസ് 4Aയും മൈനസ് 4യുടെ മൈനസ് 8A. ഈ 6Aയും എത്ര വരും? 8A മൈനസ് 8A എന്ന് വരും. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റുള്ള ഓപ്ഷൻ. ഇത് കഴിഞ്ഞ 2018-19 കീമും ജെഇയുടെ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചോണം. എയും ബിയും സിയും ഡിയും എവിടെയാണ്? എ പിയിലാണ്. അങ്ങനെയെങ്കിൽ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എ മൈനസ് 4B പ്ലസ് 6D മൈനസ് 4D പ്ലസ് ഇ എത്രയാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ടൈമിന് എ തന്നെ വിളിക്കും. സെക്കൻഡ് ടൈമിന് ബി ഈസിക്കൽ എ പ്ലസ് ഡി. തേർഡ് ടൈം സി ഈസിക്കൽ എ പ്ലസ് 2D. ഫോർത്ത് ടൈം ഡി ഈസിക്കൽ എ പ്ലസ് 3D. അടുത്ത ഇ എന്ന് വെച്ചാൽ എ പ്ലസ് 4D. വില കൊടുത്ത് എഴുതി എന്ന് മാത്രം. അപ്പോൾ ചെയ്ത പിടി കിട്ടിയല്ലോ, ചെയ്ത ഐഡിയ മനസ്സിലായല്ലോ. അടുത്തത്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The sum of first 3 terms of a GP. The sum of first 3 terms of a GP. The sum of first 3 terms of a GP is to the sum of the first 6 terms. Sum of first 6 terms as 125:152. Then common ratio of GP. ആദ്യ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1/5, രണ്ടാമത്തെ ഓപ്ഷൻ 2/5, മൂന്നാമത്തെ ഓപ്ഷൻ 3/5, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 4/5. The sum of first 3 terms of GP to the ratio of sum of first 6 terms is 125 എത്രയാണ്? 152 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന കോമൺ റേഷ്യോ ദി കോമൺ റേഷ്യോ ഓഫ് ദി GP എത്രയാണ് എന്നാണ് ചോദ്യം. കോമൺ റേഷ്യോ ഓഫ് ദി GP എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ റേഷ്യോ ഓഫ് ദി GP എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം?
അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ജി പി ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ജി പി ടു ദി സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് ജി പി ആറിൻ്റെ റേഷ്യോ ഓഫ് 125:152 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. S3 ഡിവൈഡ് ബൈ S6 ഈസ് ഈക്വൽ ടു 125:152. ഓക്കെ, ഫോർമുല എങ്ങനെ? A ഇൻറ്റു R⁻n-1 ഡിവൈഡഡ് ബൈ R-1 ഡിവൈഡഡ് ബൈ A ഇൻറ്റു R⁻n എന്ന് പറയുമ്പോൾ ഇവിടെ R³ -1 ഇവിടെ R⁻6-1 ഡിവൈഡഡ് ബൈ R-1 ഈസ് ഈക്വൽ ടു 125/152 ആണ്. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 ഫോർമുല എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ എയും ക്യാൻസലായി മാറി R-1 ക്യാൻസലായി മാറി R³ -1 ഡിവൈഡഡ് ബൈ R⁻6-1 ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 152. ബാക്കി എങ്ങനെ ചെയ്യാം? R³ - 1 അതുപോലെ തന്നെ നിലനിൽക്കും. ഡിവൈഡ് ബൈ R⁻6നെ R³ ദി ഹോൾ സ്ക്വയർ -1 1നെ 1 സ്ക്വയർ എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു 125 ഡിവൈഡ് ബൈ 152. അതായത് R³ -1 ദാറ്റ് ഈസ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ ദാറ്റ് ഈസ് A പ്ലസ് B ഇൻറ്റു ആര് വരും? A മൈനസ് B ഈസ് ഈക്വൽ ടു 125 ഡിവൈഡ് ബൈ 152 എന്നായി മാറും. R³ -1 R³ ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? 1 ഡിവൈഡഡ് ബൈ R³ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ ആര് വരും? 152. റെസിപ്രോക്കൽ ദാറ്റ് ഈസ് R³ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 152 ഡിവൈഡ് ബൈ 125 അല്ലെങ്കിൽ R³ ഈസ് ഈക്വൽ ടു 152 ഡിവൈഡ് ബൈ 125 -1 അല്ലെങ്കിൽ R³ ഈസ് ഈക്വൽ ടു 152 മൈനസ് 125 ഡിവൈഡഡ് ബൈ 125. ആര് വരും? R³ ഈസ് ഈക്വൽ എന്ന് വരും 25 2 27 ഡിവൈഡ് ബൈ 125. അതിൽ R ഈസ് ഈക്വൽ എത്ര കിട്ടും? 3 ബൈ എത്ര വരും? 5 എന്നായി മാറും. 3³ ആണ് 27, 5ൻ്റെ ക്യൂബാണ് 125. സോ R ഈസ് ഈക്വൽ എത്ര കിട്ടും? 3/5 എന്ന് വരും. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതോ ഒരു ജി പി യുടെ ആദ്യത്തെ 3 ടേമുകളുടെ സം ടു ദി ആദ്യത്തെ 6 ടേമുകളുടെ സം തമ്മിലുള്ള റേഷ്യോ 125/152 ആണ്. ആദ്യത്തെ 3 ടേമുകളുടെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A ഇൻറ്റു R³ -1 ഡിവൈഡഡ് ബൈ R-1. ആദ്യത്തെ 6 ടേമുകളുടെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A ഇൻറ്റു R⁻6-1 ഡിവൈഡ് ബൈ R-1. ഇവ തമ്മിലും ക്യാൻസലായി മാറും. R³ -1 ഡിവൈഡ് ബൈ R⁻6-1. R³ -1 ഡിവൈഡ് ബൈ R⁻6-1 എന്ത് വിളിക്കാം? R³ ദി ഹോൾ സ്ക്വയർ -1 സ്ക്വയർ ദാറ്റ് ഈസ് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ. അതിനെ എന്ത് വിളിക്കാം? A പ്ലസ് B ഇൻറ്റു A മൈനസ് B. R³ -1 R³ -1 ക്യാൻസലായി മാറി. ബാക്കി ആര് വരും? 1 ഡിവൈഡഡ് ബൈ R³ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 152 എന്നായി മാറും. നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. അത് വരും R³ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 152/125. 1 അപ്പുറത്ത് കൊണ്ടുവന്നു, LCM എടുക്കുന്നു. അതായത് R³ ഈസ് ഈക്വൽ 27 ഡിവൈഡ് ബൈ 125 എന്നായി മാറും. നമ്മളതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് ആര് വരും? ദാറ്റ് ഈസ് 3/5 എന്നായി മാറും. സോ R ഈസ് ഈക്വൽ ടു 3/5 എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അത് ചെയ്ത രീതിയും ഓർമ്മയിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓർ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ P and Q, then the equation is ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി കാണിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നോക്കിയോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓർ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത് നോക്കിക്കോണം. ഇഫ് ദി arithmetic mean and geometric mean of the roots of a quadratic equation, if the arithmetic mean and geometric mean of roots of a quadratic equation in X are P and Q respectively, P and Q respectively, then its equation is, then its equation is എത്രയാണ് എന്നാണ് ചോദ്യം. The arithmetic mean and geometric mean are roots of a quadratic equation X are P and Q respectively, then its equation is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? arithmetic meaനും geometric meaനും of a roots of a quadratic equation X are P and Q respectively, then its equation is ഓപ്ഷൻ എഴുതി കാണിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ x സ്ക്വയർ മൈനസ് 2px പ്ലസ് q സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ x സ്ക്വയർ പ്ലസ് 2px പ്ലസ് q സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ x സ്ക്വയർ മൈനസ് px പ്ലസ് q ഈസ് ഈക്വൽ ടു 0. നാലാമത്തെ ഓപ്ഷൻ x സ്ക്വയർ മൈനസ് 2px പ്ലസ് q ഈസ് ഈക്വൽ ടു 0. ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ആർ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ,
അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീനോ റൂട്ട്സ് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എത്രയാണെന്നറിയാം, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു പി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഈസിക്കൽ എന്ന് വിളിക്കാൻ 2p എന്നായി മാറും. അതിലെ അല്ലേ റൂട്ട്സ് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ആദ്യം പറയണം ലെറ്റ് എ ആൻഡ് ബി 2 നമ്പേഴ്സ്, എയും ബിയും ആയിരിക്കട്ടെ 2 സംഖ്യകൾ. അപ്പോൾ അവ നമ്മൾ അരിത്തമെറ്റിക് മീൻ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് പി ആണ് എന്ന് പറയുന്നു. അപ്പോൾ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഈസിക്കൽ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ പ്ലസ് ബി ഈസിക്കൽ 2p എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ജോമെട്രിക് മീൻ എത്രയാണെന്നറിയാം, ജോമെട്രിക് മീൻ എത്രയാണെന്നറിയാം, ക്യൂ ആണ് എന്നറിയാം. അപ്പോൾ റൂട്ട് എ ബി ഈസിക്കൽ ക്യൂ, അല്ലെങ്കിൽ എ ബി ഈസിക്കൽ എന്ന് വിളിക്കാം ക്യൂ സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കൺസ്ട്രക്റ്റീവ് ഫോം എങ്ങനെയാണ്? കൺസ്ട്രക്റ്റീവ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എന്താണ്? കൺസ്ട്രക്റ്റീവ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ്, എപ്പോഴും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട്, സം ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ ടു 0, പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ പറയുന്ന സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ 2px പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും, ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 2px പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും, 0 എന്നായി മാറും. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കൺസ്ട്രക്റ്റീവും. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഇൻറ്റു എക്സ്, അതായത് 2px പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ 0. എക്സ് സ്ക്വയർ മൈനസ് 2px പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് അത് കണ്ടുപിടിക്കേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിരിക്കണം. ഈ ചെയ്ത രീതി മനസ്സിലായല്ലോ. ഇതും ജെഇയുടെ ഒരു ക്വസ്റ്റ്യനാണ്, 2018 ജെഇയുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ, 2018 ജെഇയുടെ ക്വസ്റ്റ്യനാണ്. അടുത്ത 2019 ജെഇയുടെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2019 ജെഇയുടെ, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച ജെഇയുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 4 numbers are in arithmetic progression. The sum of the first and last term is 8 and the product of the middle term is 15. Then the least number of the series is. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. 4 numbers are in AP. 4 numbers are in AP. Full stop. The sum of first and last term. The sum of first and last term is 8. And the product of both the middle term is is 15. Full stop. The least number of the series is the least number of series is, അതിലെ ആദ്യ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 4, രണ്ടാമത്തെ ഓപ്ഷൻ 3, മൂന്നാമത്തെ ഓപ്ഷൻ 2, ലാസ്റ്റ് ഓപ്ഷൻ 1. 4 numbers are in AP. The sum of the first and last term is എത്രയാണ്, 8 ആണ്. Sum of first and last term is 8. The product of middle terms is 15. The least number of the series is. അപ്പോൾ ഒരു 4 numbers AP ഉണ്ട്. 4 numbers AP എന്ന് പറയുമ്പോൾ a minus 3d, a minus d, a plus 2d, a plus 3d. കാരണം 2d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് വെച്ചാൽ ഏതെങ്കിലും ഒരു 4 ടേമുകൾ എ പിയിൽ എഴുതാൻ പറഞ്ഞാൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം 3 ടേമാണെങ്കിൽ നമ്മൾ എഴുതും a മൈനസ് ഡി, a പ്ലസ് ഡി എന്ന് എഴുതും. 4 ടേമുകളാകുമ്പോൾ എടുക്കേണ്ട ഡിഫറൻസ് ഇതാണ്, a മൈനസ് 3d. 3ഡിയുടെ കൂടെ ഒരു 2d കൂട്ടുന്ന സമയത്ത് ആരൊരു a മൈനസ് ഡി, a മൈനസ് ഡിയുടെ കൂടെ ഒരു 2d കൂട്ടുമ്പോൾ a പ്ലസ് ഡി, a പ്ലസ് ഡിയുടെ ഒരു 2d കൊടുക്കുമ്പോൾ അത് വരും a പ്ലസ് 3d ആയി മാറും. അപ്പോൾ ലെറ്റ് എന്ത് വിളിക്കാം, let 4 numbers in APB ഇത് എഴുതും a മൈനസ് 3d, a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 3d അല്ലേ. The sum of the first and last term, sum of first and last term is, sum of first and last term is equal to 8 എന്ന. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം കൂടെ കൂട്ടുമ്പോൾ എത്രയായി മാറി, 8. അപ്പോൾ a മൈനസ് ഡി പ്ലസ് a പ്ലസ് 3d ഈസിക്കൽ 8. 2a ഈസിക്കൽ എത്ര കിട്ടും, 8. a ഈസിക്കൽ എത്ര കിട്ടും, 4. ആൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ബോത്ത് ദി മിഡിൽ ടേംസ് ഈസ് എത്രയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ് എന്ന് പറയുമ്പോൾ എത്ര വരും, പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ് വെച്ചാൽ a മൈനസ് ഡി ഇൻറ്റു a പ്ലസ് ഡി. പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ് a മൈനസ് ഡി ഇൻറ്റു a പ്ലസ് ഡി ഈസിക്കൽ എത്ര കിട്ടും, 15 എന്ന് വരും. ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 15. a സ്ക്വയർ മീൻസ് 16 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 15. d സ്ക്വയർ ഈസിക്കൽ ടു 1. d ഈസിക്കൽ എത്ര കിട്ടും, 1 എന്നായി മാറും.
ഓക്കെ, ഡി ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1 വേണമെങ്കിൽ എഴുതാം. ഡി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, സോ എ പി എത്ര ആയി മാറി? സോ എ പി ഈസ്, ഇപ്പോൾ നോക്കിയേ, ഞാൻ എ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ഡി ഈസ് ഈക്വൽ 1 എടുക്കുമ്പോൾ ആര് വരും? 4 മൈനസ് 3 എത്ര കിട്ടും? 1. അടുത്തത് 4 മൈനസ് 1 എത്ര വരും? 3. അടുത്തത് എത്ര കിട്ടും? 4 പ്ലസ് 1 എത്ര വരും? 5. അടുത്തത് 4 പ്ലസ് 3 എത്ര വരും? 7. എ പി കിട്ടി. അല്ലെങ്കിൽ ഒരു എ പി പറയാം, ഏതാണ്? വെൻ എ ഈസ് ഈക്വൽ ടു 4 ഡി ഈസ് ഈക്വൽ ടു -1 ആകുന്ന സമയത്ത് 4 പ്ലസ് 3 എത്ര വരും? 7. അടുത്തത് 4 മൈനസ് 1 എത്ര വരും? 5. അടുത്ത 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. അടുത്ത എത്ര കിട്ടും? 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1. ഇതിലെ ലീസ്റ്റ് ടൈം ഏതാണ്? 1 ആണ്. ഏത് എ പി എടുത്താലും അതിൻ്റെ ലീസ്റ്റ് ടൈം എത്രയാണ്? 1. ദി ലീസ്റ്റ് ടൈം ഓഫ് ദി എ പി ഈസ് എത്രയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്? 1 ആണ്. അപ്പോൾ ചെയ്താൽ ശരിയാണെന്ന് അറിയാൻ നോക്കിയാൽ മിഡിൽ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈം കൂടെ കൂട്ടി വരുമ്പോൾ 8 വരും. പ്രോഡക്റ്റ് ഓഫ് ദി മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര വരും? 15 വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എ പിയിലെ എന്താണ് 4 ടൈമുകൾ എടുക്കാൻ പറഞ്ഞാൽ ഓർമ്മയിരിക്കുക, എ മൈനസ് ഡി, എ മൈനസ് 3D, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3D എന്ന് പറയുന്ന ഫോമിലാണ് എ പിയിലെ 4 ടേമുകൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ പിയുടെ സം എടുത്തു, എ പിയുടെ പ്രോഡക്റ്റ് എടുത്തു. ഓക്കെ, അതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ എ പിയിലെ എന്താണ് ചെയ്ത രീതി ഇങ്ങനെയാണ്. എ മൈനസ് 3D, എ മൈനസ് ഡി, എ പ്ലസ് ഡി, എ പ്ലസ് 3D 4 ടേമുകൾ പറഞ്ഞു. അതിൻ്റെ സം അറിയാം, പ്രോഡക്റ്റ് അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ദി സം ഓഫ് ഫസ്റ്റ് 10 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് 1/5 ടൈംസ് ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്. The sum of first n positive integers is 1/5 times the product of their squares, then n is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഒരു കീമിൻ്റെ 2018 ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇഫ് ദി സം ഓഫ് ഫസ്റ്റ് n positive integer, the sum of first n positive integer is 1/5 times the sum of their squares. The sum of first n positive integer is 1/5 times the sum of their squares. Then n equals, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5, അടുത്ത 6, 7, 8. 5, 6, 7, 8. അപ്പോൾ ഏതോ ഒരു പോസിറ്റീവ് ഇൻറ്റിജറുടെ സം, പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ സമയം ഊഹിക്കാതെ എന്താണ്? നാച്ചുറൽ നമ്പറായി മാറി. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എക്സെട്ര എന്തായി മാറി? നാച്ചുറൽ നമ്പറായി മാറി. അപ്പോൾ n പോസിറ്റീവ് ഇൻറ്റിജർ സം 1/10 ടൈംസ് ഇസ് ദെയർ സ്ക്വയേഴ്സ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ബൈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ n ടേമുകളുടെ സം 1 + 2 + 3 + എക്സെട്ര + n ഈസ് 1/5 ടൈംസ് their squares എന്ന് പറഞ്ഞാൽ 1 square + 2 square + 3 square + എക്സെട്ര + n square. ഓക്കെ, ആദ്യത്തെ n ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ 1/5 ടൈംസ് their squares എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + എക്സെട്ര + n ഈസ് ഈക്വൽ ടു 1/5 × 1 square + 2 square + എക്സെട്ര + n square. ഫോർമുല n × n + 1 / 2 ഈസ് ഈക്വൽ ടു 1/5 × n square n × ആദ്യത്തെ n ടേമുള്ള സ്ക്വയറുകളുടെ സം അല്ലേ, n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ ആര് വരും? 6 എന്നായി മാറും. രണ്ട് സൈഡിൽ നിന്ന് ആരെ ക്യാൻസൽ ചെയ്യാം? n × n + 1 ക്യാൻസൽ ചെയ്യാം. ഇതെന്ത് വരും? 6 × 5 30 മുകളിൽ വരും, ഈസ് ഈക്വൽ ടു 2n + 1. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 15 ഈസ് ഈക്വൽ ടു 2n + 1, അതായത് 2n + 1 അല്ലെങ്കിൽ 14 ഈസ് ഈക്വൽ ടു 2n, n ഈസ് ഈക്വൽ എത്ര വരും? 7 എന്നായി മാറും. ഇതാണ് ഉത്തരം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഏതോ ഒരു സം ഓഫ് ഫസ്റ്റ് 10 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 1/5 ടൈംസ് സം ഓഫ് ദെയർ സ്ക്വയർസ്. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എക്സെട്ര എന്നാണ്. 0 എടുക്കാൻ പാടില്ല. 0 ഇസ് നൈദർ അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പരിഗണിക്കപ്പെടാറില്ലല്ലോ. അപ്പോൾ 1 + 2 + 3 + എക്സെട്ര n എന്ന് പറഞ്ഞാൽ 1/5 ടൈംസ് ദെയർ സം ഓഫ് ദി സ്ക്വയർസ് എന്ന് വെച്ചാൽ 1 square + 2 square + എക്സെട്ര + n square. ആദ്യത്തെ n നാച്ചുറൽ സംഖ്യയുടെ സം എന്ന് പറഞ്ഞാൽ 1/5 ടൈംസ് ദി സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ n × n + 1 × 2n + 1 ഡിവൈഡ് ബൈ 6 എന്നായി മാറും. 30/2 ഈസ് ഈക്വൽ ആര് വരും? 2n + 1. 15 ഈസ് ഈക്വൽ 2n + 1 അല്ലെങ്കിൽ 14 ഈസ് ഈക്വൽ 2n എന്നായി മാറും. അതിൽ n ഈസ് ഈക്വൽ എത്ര വരും? 7 എന്ന് വരും. 7 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. If a1, a2, a3, etc. n positive real numbers whose product is a fixed number c, then the minimum value of എത്രയാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. If a1, a2, a3, etc. an are positive real numbers
whose product is a fixed number, whose product is a fixed number, whose product is a fixed number, C, comma, then the minimum value of a1 plus a2 plus a3 plus etc. an minus 1 plus 2 into an ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഈസ് ആദ്യ ഓപ്ഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു 2c ദി ഹോൾ റൈസ്ഡ് 1/n. രണ്ടാമത്തെ ഓപ്ഷൻ n പ്ലസ് 1 ഇൻറ്റു c റൈസ്ഡ് 1/n, 2n ഇൻറ്റു c റൈസ്ഡ് 1/n, നൺ ഓഫ് ദിസ്. അപ്പോൾ a1 a2 a3 ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് എ ഫിക്സഡ് റിയൽ നമ്പർ എന്ന് പറഞ്ഞു. പ്രോഡക്റ്റ് എപ്പോഴും എന്താണ്, ഒരു ഫിക്സഡ് റിയൽ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ ഗിവൺ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നോക്കിയോ, റിയൽ നമ്പർ സി ആണ്. ദെൻ ദി മിനിമം വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. മിനിമം വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര an മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു an, അതിൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം a1 a2 a3 ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് എ ഫിക്സഡ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം, a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an ഈസ് ഈക്വൽ ടു എത്രയായി മാറി, സി ആയി മാറി. Then the minimum value of a1 plus a2 plus etc. plus 2 into an minus 1 എന്നാണ്. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവ നമ്മളുടെ അരിത്തമെറ്റിക് ഞാൻ എടുക്കുന്നു. a1 plus a2 plus a3 plus etc. plus an minus 1 plus 2an ഡിവൈഡഡ് ബൈ എത്ര ടേംസ് ഉണ്ട്, n ടേംസ് ഉണ്ട്. ആവറേജ് കണ്ടുപിടിക്കുക. സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നായി മാറും. a1 plus a2 plus a3 plus etc. plus an minus 1 plus 2an is divided by n എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ എത്രയാണ്, ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് കണ്ടുപിടിച്ചു. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണ്ടി നമ്മളുടെ ജോമെട്രിക് മീൻ എങ്ങനെയാണ്, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an മൈനസ് 1 ഇൻറ്റു 2an. എഴുതിയാൽ മനസ്സിലായി. ഞാൻ എപ്പോഴും പറയും അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. ആ കൺസെപ്റ്റാണ് യൂസ് ചെയ്തത്. അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. എയും ബി നമ്മൾ ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റൂട്ട് എ ബി എന്ന് എഴുതും. 2 സംഖ്യകളാകുമ്പോൾ റൂട്ട് എ ബി ആണ്. 3 സംഖ്യയാകുമ്പം എയും ബിയും സിയും നമ്മൾ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ബി സി ആണ്. 4 സംഖ്യയാകുമ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന സംഖ്യയുടെ ജോമെട്രിക് മീൻ ആണെങ്കിൽ 4th റൂട്ട് ഓഫ് എന്താണ്, എ ബി സി എന്നാണ്. ഇവിടെ പറയുമ്പോൾ n സംഖ്യകളുടെ എന്താണ് ജോമെട്രിക് മീനാണ്. സോ ഇറ്റ് ഈസ് nth റൂട്ട് ഓഫ് a1 a2 a3 എക്സെട്ര an മൈനസ് 1 ഇൻറ്റു 2n. അതാണ് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു. അതിലെ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, n ടേമുകളുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ. a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര 2an ഡിവൈഡഡ് ബൈ n ടേമുകളുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് 2an ഡിവൈഡഡ് ബൈ n വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nth റൂട്ട് ഓഫ് ആരാണ്, ഇവയുടെ പ്രോഡക്റ്റ് ആണ്. a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര an മൈനസ് 1 ഇൻറ്റു 2an. ദാറ്റ് ഈസ് ബാക്കി നോക്കിയോ ചെയ്യുന്ന രീതി. a1 plus a2 plus a3 plus etc. plus an minus 1 plus 2an is greater than or equal to n into റൂട്ടിനകത്ത് ആര് വരും, 2 ആദ്യമേ എഴുതാം. 2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 into a1 into a2 into a3 into etc. an minus 1 into an എഴുതാം. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ n ഉണ്ട്. a1 plus a2 plus a3 plus etc. an minus 1 plus 2an is greater than or equal to n ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും, ഇവിടെ nth റൂട്ടാണ്. nth റൂട്ട് എന്ന് പറയുമ്പോൾ n ഇൻറ്റു 2. ഇതിൻ്റെ വില എത്രയാണ്, ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു, സി ആണെന്ന് പറഞ്ഞു. അപ്പോൾ n ഇൻറ്റു സി 2c ദി ഹോൾ റൈസ് ടു 1/n എന്നായി മാറും. n ഇൻറ്റു 2c ദി ഹോൾ റൈസ് ടു 1/n ആയി മാറും. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. n ടേംസ് ഉണ്ട്, a1 a2 a3 എക്സെട്ര an എന്ന് പറഞ്ഞ n ടേംസ് ഉണ്ട്. a1 a2 a3 എക്സെട്ര an അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം, സി ആണെന്നറിയാം. അപ്പോൾ a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര an ഈസ് ഈക്വൽ ടു സി. ഇനി ഇവയുടെ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് 2 ഇൻറ്റു an മൈനസ് 1 പ്ലസ് 2an മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ അതേ ഡിവൈഡ് ബൈ n അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ 2 ടേം ഉണ്ടെങ്കിൽ a പ്ലസ് ബി ഡിവൈഡ് ബൈ 2, 3 ടേം ആകുമ്പോൾ a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 3 ആയി മാറും. അതുപോലെയാണ് അപ്പുറത്ത് ജോമെട്രിക് മീൻ എഴുതിയേക്കുന്നത്.
രണ്ട് സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആകുമ്പോൾ റൂട്ട് എ ബി ആണ്. മൂന്ന് സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആകുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് എ ബി സി എന്ന് വരും. 4 സംഖ്യകളാകുമ്പോൾ ഫോർത്ത് റൂട്ട് ഓഫ് എ ബി സി ഡി എന്ന് വരും. ഇവിടെ n സംഖ്യകളുണ്ട്. അപ്പോൾ nth റൂട്ടാണ് എഴുതിയേക്കുന്നത്. n ഇൻറ്റു എന്നല്ല, nth റൂട്ട് ഓഫ് a1 ഇൻറ്റു a2 ഇൻറ്റു a3 എക്സെട്ര an മൈനസ് 1 ഇൻറ്റു 2an എന്നായി മാറും. ദാറ്റ് ഈസ് nth റൂട്ട് ഓഫ് 2 ഇൻറ്റു ആര് വരും, a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര an മൈനസ് 1 ഇൻറ്റു an. അതിൻ്റെ മിനിമം വാല്യൂ എത്രയാണെന്ന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. എത്രയാണ്, സി ആണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രേറ്റർ ദാൻ സിമ്പലിന് ഒരു വ്യത്യാസം വരത്തില്ല. സോ ഇതിനെന്ത് വിളിക്കാം, 2c എന്ന് വിളിക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ n ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതി കാണിക്കാം, ഡിവൈഡഡ് ബൈ n. അടുത്ത സ്റ്റെപ്പ് എഴുതിയാലും മതി, ഒരു സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് 2c ദി ഹോൾ റൈസ് ടു, ഇതിന് വിളിച്ച പേര് c ആണ്. 2c ദി ഹോൾ റൈസ് ടു 1/n അല്ലെങ്കിൽ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് 1 പ്ലസ് 2an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇൻറ്റു 2c ദി ഹോൾ റൈസ് ടു 1/n എന്നായി മാറും. അപ്പം ഈ പറഞ്ഞ കാര്യം അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ, ആ കൺസെപ്റ്റ് ഓർമ്മയിരിക്കുക. അതുപോലെ പറഞ്ഞ കാര്യം ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക. 2 സംഖ്യകൾ 3 സംഖ്യകളൊക്കെ ആകുന്ന സമയത്ത് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റും ഞാൻ പറഞ്ഞു തന്നു, അതും ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് a1 a2 a3 എക്സെട്ര ബി ദി ടേംസ് ഓഫ് ആൻ AP, ദെൻ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര AP ഡിവൈഡഡ് ബൈ a2 പ്ലസ് എക്സെട്ര പ്ലസ് AQ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ, ദെൻ a6 ബൈ a21 ഈസ് ഈക്വൽ ടു. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Let a1, a2, a3 etc. be terms of an AP, be terms of an AP. Full stop. If a1 plus a2 plus a3 plus etc. plus AP divided by a1 plus a2 plus a3 plus etc. plus AQ is equal to p square by q square, comma p not equal to q. Then a6 divided by a21 is equal to equals എത്രയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ 11/41, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 41/11, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 7/2, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2/7. ഓക്കെ, അപ്പോൾ a1 a2 a3 എക്സെട്ര AP ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര AQ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ a6 ബൈ a21 ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ചെയ്യുന്ന രീതി നോക്കിയോ, a1 പ്ലസ് a2 പ്ലസ് എത്ര എന്ന് വെച്ചാൽ ആദ്യത്തെ p ടേമുകളുടെ സം ഡിവൈഡഡ് ബൈ ആദ്യത്തെ q ടേമുകളുടെ സം എത്രയാണെന്നറിയാം, പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ആണ്. ആദ്യത്തെ p ടേമുകളുടെ സം അല്ലെ, a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര AP എന്ന് പറഞ്ഞാൽ ആദ്യത്തെ p ടേമുകളുടെ സം, a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് AQ എന്ന് വെച്ചാൽ ആദ്യത്തെ q ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും, p/2 ഇൻറ്റു 2a plus p minus 1 into d divided by sq, q/2 into r വരും 2a plus q minus 1 into d is equal to p square by q square ആണ്. ഈ 2 ക്യാൻസലായി മാറി, ഒരു p വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2a plus p minus 1 into d divided by 2a plus q minus 1 into d is equal to p/q. q ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും, q ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും 2aq പ്ലസ് p ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു q ഇൻറ്റു d ഈസ് ഈക്വൽ ടു 2ap പ്ലസ് p ഇൻറ്റു q മൈനസ് 1 ഇൻറ്റു d. ഇപ്പോൾ 2a കോമൺ എടുത്താൽ 2a ഇൻറ്റു q മൈനസ് p, 2a ഇൻറ്റു p മൈനസ് q, 2a ഇൻറ്റു q മൈനസ് p ഈസ് ഈക്വൽ ടു p ഇൻറ്റു q മൈനസ് 1 മൈനസ് q ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു d. d കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ആര് വരും, 2a ഇൻറ്റു q മൈനസ് p, 2a ഇൻറ്റു q മൈനസ് p ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ആര് വരും, pq മൈനസ് p മൈനസ് pq പ്ലസ് q ആയി മാറും ഇൻറ്റു d. ഇവിടെ നിന്ന് pq മൈനസ് pq ക്യാൻസലായി മാറി. ബാക്കി ആര് വരും, 2a ഇൻറ്റു q മൈനസ് p ഈസ് ഈക്വൽ ടു ആര് വരും, q മൈനസ് p ഇൻറ്റു d ആയി മാറും. രണ്ട് സൈഡിൽ നിന്ന് q മൈനസ് p ക്യാൻസൽ ആകുമ്പോൾ d ഈസ് ഈക്വൽ ടു 2a എന്നായി മാറും. d ഈസ് ഈക്വൽ ടു 2a. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, therefore a6 divided by a21, a6 divided by a21 എന്ന് പറയുമ്പോൾ a plus 5d divided by a plus ആര് വരും, 20d which is equal to എന്ത് വിളിക്കാം, a plus 5 ഇൻറ്റു d യുടെ വില എത്ര, 2a divided by a plus 20 ഇൻറ്റു d യുടെ വില എത്ര, 2a.
അപ്പോൾ ഇത് എത്രയായി മാറി? 11a ഡിവൈഡഡ് ബൈ അല്ലേ 5 × 2 10a പ്ലസ് 11a ഇത് 41a വിച്ച് ഇസ് ഈക്വൽ ടു 11/41 എന്നായി മാറും. 11/41 നമ്മുടെ ആദ്യ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് 11/41 എന്നായി മാറും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി. അപ്പോൾ ഞാൻ ചെയ്ത രീതി ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ പോസി അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ പറയാം. A1 A2 A3 etc. be the terms of an AP. Then if A1 plus A2 plus A3 etc. plus AP divided by A1 plus A2 plus A3 plus etc. AQ is equal to P square by Q square ആണ്. P not equal to Q. നമുക്ക് A6/A21 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ P ടേമുകളുടെ സം ഡിവൈഡ് ബൈ ആദ്യത്തെ Q ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ P square by Q square ആണ്. P ടേമുകളുടെ സം കണ്ടുപിടിക്കേണ്ട ഫോർമുല എഴുതി, Q ടേമുകളുടെ സം കണ്ടുപിടിക്കേണ്ട ഫോർമുല എഴുതി. 2 × 2 ക്യാൻസലായി മാറി. ഓരോ പിയും ക്യൂവും വെച്ചാൽ ക്യാൻസലായി മാറും. ക്രോസ് മൾട്ടിപ്ലൈ അവിടുന്ന് ഡിയുടെ വില കിട്ടും. ഓക്കെ, ചെയ്തപടി കിട്ടിയല്ലോ. ഇനി ആരാണ്? അങ്ങനെയെങ്കിൽ ആറാമത്തെ ടേം ബൈ 21ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ആറാമത്തെ ടേം കണ്ടുപിടിക്കാൻ A+5D ഡിവൈഡഡ് ബൈ A+20D കണ്ടുപിടിക്കുക. അതായത് 11/41 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് the first two terms of a GP add up to 12, the sum of third and fourth term, the sum of third and fourth term is 48, full stop. If the terms of the GP are alternatively positive and negative, then the first term is എത്രയാണ് എന്നാണ് ചോദ്യം. then the first term is അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 12, രണ്ടാമത്തെ ഓപ്ഷൻ 4, മൂന്നാമത്തെ ഓപ്ഷൻ -4, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് -12 ആണ്. The first two terms of GP add up to 12. The sum of the third and fourth terms is എത്രയാണ്? 48 ആണ്. If the terms of the geometry progression are alternatively positive and negative, then the first term is എത്രയാണ് എന്നാണ് ചോദ്യം. The first two terms of a GP add up to 12 എന്ന് പറയുമ്പോൾ A plus AR is equal to എത്ര വരും? 12. The sum of the third and fourth term എന്ന് പറയുമ്പോൾ AR² plus AR³ is equal to 48. If the terms of the GP are alternately positive and negative, the first term is. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? A × 1 plus R is equal to 12 എന്നായി മാറും. ആഡ് അപ് ടു 12 എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ട് ടേമുകൾ, അത്രയും ടേമുകൾ 12 വരെ ആഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ട് ടേം. ഇതൊരു ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ രണ്ട് ടേമുകളുടെ സമയത്തായി മാറുന്നു, 12 മാറുന്നു. പിന്നെ പറഞ്ഞ എന്താണ്? ദി സം ഓഫ് ദി തേർഡ് ആൻഡ് ഫോർത്ത് ടൈം. തേർഡ് ടൈമിനെ എന്ന് വിളിക്കാം AR² എന്ന് വിളിക്കാം. ഫോർത്ത് ടൈം എന്തായി മാറി? AR³ ആയി മാറി. അത് എത്രയായി മാറി? 48. ഇവിടെ നിന്ന് ആരെ കോമ എടുക്കാം? AR കോമ എടുത്താൽ ബാക്കി AR² കോമ എടുത്താൽ ആര് വരും? 1 plus R എന്നായി മാറും. ഈസ് ഈക്വൽ ടു 48. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ AR² AR³ ഈസ് ഈക്വൽ ടു 48 എന്നായി മാറും. A × 1 plus R ഈസ് ഈക്വൽ ടു 12 എന്നായി മാറും. ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ AR² × 1 plus R ഡിവൈഡഡ് ബൈ ആര് വരും? A × 1 plus R ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 48 ഡിവൈഡഡ് ബൈ 12 എന്നായി മാറും. എയുമായും ക്യാൻസലായി മാറി. R² ഈസ് ഈക്വൽ 4 എന്ന് വരും. R ഈസ് ഈക്വൽ എത്ര കിട്ടും? +or -2 എന്നായി മാറും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്?
ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ദി ഫസ്റ്റ് ടൈം ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. വെൻ ആർ ഈസിക്കൽ 2 ആകുന്ന സമയത്ത് ആര് വരും? എ പ്ലസ് 2a ഈസിക്കൽ 12 എന്നായി മാറും. എ ഈസിക്കൽ എത്ര കിട്ടും? 4 എന്ന് വരും. അതല്ല വെൻ ആർ ഈസിക്കൽ -2 ആകുന്ന സമയത്ത് ആര് വരും? ആർ ഈസിക്കൽ -2 ആകുന്ന സമയത്ത് എ മൈനസ് 2a ഈസിക്കൽ 12 എന്നായി മാറും. അല്ലെങ്കിൽ എ ഈസിക്കൽ എത്ര കിട്ടും? -12 എന്ന് വരും. എ ഈസിക്കൽ -12 എടുക്കുന്നതാണ് കറക്റ്റ്. കാരണം എ -12 ആകുമ്പോൾ അടുത്ത ടൈം എത്രയായി മാറി? അതിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ആ -2 കൊണ്ട് മൾട്ടിപ്ലൈ എത്രയായി മാറി? 24 ആയി മാറി. വീണ്ടും -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി മാറി. ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് നെഗറ്റീവായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -12 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ.